ആണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതിലിപ്പോ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളതിൽ മെജോറിറ്റി ആളുകളും പാരന്റ്സ് ആണ്. കുറച്ച് ടീച്ചേഴ്സ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ മെജോറിറ്റി ഓഡിയൻസും പാരന്റ്സ് ആണ്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതിന്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുട്ടികളുടെ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ട്, അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവാത്ത ഒരു ബോധമില്ലായ്മയുണ്ട് കുട്ടികൾക്ക്. കാരണം കാണുന്നതെല്ലാം റിയൽ ആണെന്ന് വിചാരിക്കുന്ന ഒരു ബോധമില്ലായ്മയുണ്ട്, അതിനെ പറ്റിയിട്ട്. അതുപോലെ നമ്മൾ ഓരോ പാരന്റ്സും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ചില അറ്റൻഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മളെ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുക, നല്ല രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണല്ലേ ഇത്. ഇങ്ങനെ കുട്ടികളുടെ ഒരു കാര്യത്തിൽ ഒരുപാട് ക്ലാസ് ഒക്കെ എടുത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ മിസ് ആഷിഫ മാം. സ്കൂൾസിലൊക്കെ നമ്മുടെ കുട്ടികളെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് മാം. ഞാൻ എന്തായാലും ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനത്തിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ആഷിഫ മാമിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്സ് നമ്മളോട് എന്തായാലും ഷെയർ ചെയ്യണം. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പുതിയ സെഷൻസും കാര്യങ്ങളൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ വന്നിട്ടുള്ള ഈ ഒരു നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഗ്രൂപ്പിലായിരിക്കും അടുത്ത സെഷനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വരിക. ഇനി എന്തായാലും നമുക്ക് ആഷിഫ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. മാം, ഹലോ, സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ അതെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓഡിബിൾ ആൻഡ് വിസിബിൾ അല്ലേ? അല്ലേ, കേൾക്കുന്നില്ലേ? ആഷിഫ മാം ഓക്കെ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് എവ്രിവൺ. ഓൾറെഡി മാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്റെ പേര് ആഷിഫ, അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം സ്റ്റുഡന്റ് ആണ്. അതെ അതെ മാം, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് 1 hour ആണുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പോവല്ലേ? നമുക്ക് ഇന്ററാക്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വിസിബിൾ അല്ലേ? ഞാൻ വിസിബിൾ അല്ലേ? ഓക്കെ, നമുക്കൊരു ഇന്ററാക്ഷൻ സെക്ഷൻ നമുക്കൊരു ലാസ്റ്റ് 5 to 10 minutes നമുക്ക് വെക്കാം. കാരണം ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അത് ചെറിയൊരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണേ. കേൾക്കുന്നത് സ്ക്രീൻ ഷെയർ ചെയ്യാണേ. നിങ്ങള് PPT കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിതിന് പേര് കൊടുത്തത്, ഞാനിങ്ങനെ എന്ത് പേരാ കൊടുക്കാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് ഫസ്റ്റ് വന്ന ഒരു കാര്യമാണ് ആർട്ട് ഓഫ് പാരന്റിങ്. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു സ്കില്ലിലുപരി അതൊരു കലയാണ്, ഒരു ആർട്ടാണ്. അതായത് നല്ല ഒരു പണിക്കാരന് അല്ലെങ്കിൽ നല്ല ഒരു ശില്പിക്ക് നല്ല മോൾഡ് ചെയ്തിട്ടുള്ള നല്ല ബിംബങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് പോലെ ഒരു നല്ലൊരു പാരന്റിന് ഒരു കുട്ടിയെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കോണ്ടന്റ് ഇതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാരന്റിങ് സ്റ്റൈലും കോസീവ് സൈക്കിളും എന്തെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, അതായത് കുട്ടികളെ നമ്മൾ ആസ് എ പാരന്റ് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക, കുട്ടികളുടെ ബിഹേവിയറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിനുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. What do you think is the most challenging part of parenting today? അതായത് നിങ്ങൾ അധികം ആൾക്കാരും പാരന്റ്സ് ആയിരിക്കും. അപ്പോൾ അതായത് ഏറ്റവും കൂടുതലായിട്ട് ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫാക്ടർ എന്താണ് ഒരു ആസ് എ പാരന്റ് എന്നുള്ളതിൽ? ഒരു 2-3 ആൾക്കാർ ഇതൊന്ന് റെസ്പോൺസ് ചെയ്യാവോ?
അതായത് ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് കണ്ടംപററി എന്താണ് വരുന്നത്? ഫുഡ് കുട്ടികൾ എന്തായാലും ദേഷ്യപ്പെടുമ്പോ ഫുഡ് ഹാൻഡിൽ ഫുഡ് ചെയ്യാൻ എങ്ങനെ പറ്റും? കുട്ടികള് ദേഷ്യപ്പെടുമ്പോ ഹാൻഡിൽ ചെയ്യണം ചെയ്യുന്നത് അവര് കുട്ടികളെ വാശി കുട്ടികളുടെ വാശി, ടാൻഡ്രം, പിന്നെ വാശി, ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പ്രശ്നം ഉണ്ടാക്കുമ്പോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. യെസ്, വെരി ഗുഡ്. പിന്നെ ഷെയറിങ് ചെയ്യല്, ടോയ്സ് ആയാലും കളിക്കുമ്പോഴുള്ള അത് വേറൊരു കുട്ടിക്ക് ഷെയർ ചെയ്യുന്നില്ല, അങ്ങനെയാണോ? അപ്പൊ രണ്ട് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് വേറൊരു കൊടുക്കും. കുട്ടിക്ക് അത് ഷെയർ ചെയ്യുന്നില്ല. പ്രോപ്പർ ടൈമില് കാര്യങ്ങൾ ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ വാശി പിടിക്കുക, പ്രോപ്പർ ടൈമിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അറ്റൻഷൻ കുറയുന്നത് അല്ലെ, ശ്രദ്ധ കിട്ടുന്നില്ല. പഠിക്കാനിരിക്കാനുള്ള മടി, പഠിക്കാനായാലൊക്കെ പ്രോപ്പർ ടൈമിൽ ഓക്കെ, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ, അത് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ, അതേപോലെ പറയുന്ന കാര്യങ്ങളൊന്നും ഭയങ്കര വാശിയായിരിക്കും ആൾക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതില് ഈ ഒരു ബിഹേവിയറൽ ഇഷ്യൂസില് കുട്ടികൾ കാണിക്കുന്ന കൈൻഡ് ഓഫ് ബിഹേവിയറൽ ഇഷ്യൂസില് ആസ് എ പാരന്റ് നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ എത്രത്തോളം കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തായിരുന്നു? ഓക്കെ, നിങ്ങളുടെ ബിഹേവിയർ കുട്ടിയുടെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എന്റെ പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ എന്റെ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണല്ലോ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറയുമ്പോ യെസ്, അതെ, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ചാലഞ്ച് ആയിട്ട് വരികയാണ് അല്ലെ? കുട്ടികൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഡിസൊബീഡിയന്റ് വാശി കാണിക്കുമ്പോൾ. ഓക്കെ, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലൊരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ടാബുല റാസ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതില് ഭയങ്കര ഒരു രസമുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ടാബുല റാസ എന്ന കൺസെപ്റ്റ്. അത് ആക്ച്വലി പറയുന്നതെന്ന് വെച്ചാല്, സയന്റിസ്റ്റ് ആണ്. അപ്പൊ അത് ആക്ച്വലി പറയുന്നത്, ഒരു കുട്ടി ജനിക്കുന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആണ്. അങ്ങനെയാണ് കുട്ടി ജനിക്കുന്നത്. അപ്പൊ ബ്ലാങ്ക് സ്ലേറ്റിന്റെ പ്രത്യേകത എന്താ? അതിൽ നമ്മളിങ്ങനെ എഴുതുക ചെയ്യാം. അറ്റ് ദി സെയിം വേ ആണ് ഒരു കുട്ടി, അതായത് ബ്ലാങ്ക് ആയിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. കുട്ടിക്ക് നിങ്ങൾ ഈ പറയുന്ന ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, കുട്ടി വാശി പിടിക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ അവര് പിന്നെ എഴുതി ചേർക്കുന്നതാണ്. അതായത് അവർ ലേൺ ചെയ്യുന്നതാണ്. അത് പാരന്റ്സിന്റെ അടുത്ത് ലേൺ ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് സിബ്ലിങ്സിന്റെ അടുത്ത് ലേൺ ചെയ്യാം. അതായത് ഇദ്ദേഹം പറയുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു കുട്ടിയെ ജനിച്ച ഉടനെ എന്റെ കയ്യിലെത്താം, അല്ലെങ്കിൽ എന്റെ അടുത്തതാ, ആ കുട്ടിയെ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ ഞാൻ ആക്കിത്തരാം. നിങ്ങൾക്ക് ആ കുട്ടിയെ ഡോക്ടർ ആക്കണം, ഞാൻ ആ രീതിയിലാക്കി തരാം. നിങ്ങൾക്ക് ആ കുട്ടിയെ എഞ്ചിനീയർ ആക്കണോ, അല്ലെങ്കിൽ ഞാൻ ആ രീതിയിലാക്കി തരാം. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ആ കുട്ടിയെ വേണ്ടത് ആ രീതിയിൽ ഞാൻ കുട്ടിയെ ആക്കാന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഭയങ്കര ഒരു അർത്ഥമുള്ള ഒരു വാക്കുകളാണത്. ആസ് എ പാരന്റ് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന രീതി ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം. ഇതില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പാരന്റിങ് സ്റ്റൈൽ. അതായത് ബേസിക്കലി 4 പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്. അതായത് നമുക്ക് കുട്ടിക്ക് ശിക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പാരന്റിങ് ചെയ്യുന്നുണ്ടല്ലോ, ആ പാരന്റിങ്ങിന് 4 തരമുണ്ട്. പൊതുവെ 4 രീതിയിലാണ് പാരന്റിങ് സ്റ്റൈൽ ഉള്ളത്. ഒന്നാമത്തത് അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈലാണ്. ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ, എന്ന് വെച്ചാല് ഞാൻ വരച്ച വരയിൽ നീ നിൽക്കണം, അതാണ് ആ ഒരു സ്റ്റൈല്. വരച്ച വര എന്തിനാന്നോ അല്ലെങ്കിൽ എത്രത്തോളാന്നോ ചിലപ്പോ കുട്ടിക്ക് അറിയലുണ്ടാവില്ല, എന്തിനാ വരാന്ന് കൂടെ അറിയലുണ്ടാവില്ല. ആ ഒരു രീതിയിലായിരിക്കും ഈ പാരന്റിങ്
സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്ഫടികത്തിലെ തിലകനില്ലേ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേരന്റ് അതാ, ആ ഒരു ടൈപ്പാണ് അതോറിറ്റേറിയൻ പാരന്റ് എന്ന് പറയുന്നത്. ഇവർക്ക് ആക്ച്വലി ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും കുട്ടികളുടെ അടുത്ത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു കുട്ടി ഒരു അഡൽറ്റിനെ പോലെ ബിഹേവ് ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ അവർ കുട്ടി എന്ന് വിളിക്കുന്നത്. കാരണം ഒരു കുട്ടി ഒരു അഡൽറ്റും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അപ്പൊ കുട്ടിക്ക് കുട്ടിയുടെ ലിമിറ്റേഷൻസ് നിന്ന് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. കുട്ടികളുടെ അടുത്ത് ഒരുപാട് ഹൈ എക്സ്പെക്ടേഷൻ വെച്ച് സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവരുന്ന പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അവർ ചിലപ്പോ നമ്മളിപ്പോ പൊതുവേ നമ്മൾ കാണാറില്ലേ, കുട്ടികളുടെ അടുത്ത് നീ അത് ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും. പക്ഷെ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യരുത് എന്നുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ റീസൺ നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. അപ്പൊ ഈ അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും അവർ കൊടുക്കില്ല. അവര് പറയുന്നത് എന്താണോ അത് അതേപോലെ കുട്ടി അനുസരിക്കണം. പിന്നെ അതേപോലെ സ്നേഹപ്രകടനങ്ങൾ വളരെ കുറവായിരിക്കും. എപ്പോഴും ഒരു സ്ട്രിക്റ്റ് റൂളായിരിക്കും. അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സ്ഫടികം മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിലെ തിലകൻ അത് തന്നെയാണ് എക്സാക്ട്ലി അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ എല്ലാത്തിനും പണിഷ് ചെയ്യും. കുട്ടി ഇപ്പൊ ഈവൻ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നതാണെങ്കിലും അതിനെ പണിഷ് ചെയ്യും. ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര ഹാർഷ് ആയിരിക്കും. പണിഷ്മെന്റ് നമ്മൾ അടിക്കുന്നത് മാത്രമല്ല കേട്ടോ കുട്ടിയെ ശിക്ഷിക്കുന്നത്. നമ്മൾ ഭയങ്കര ഇമോഷണലി അബ്യൂസ് എന്നുള്ളൊരു വാക്കുണ്ട്. അതായത് കുട്ടിയെ ചീത്ത പറയാ. കുട്ടിക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ആ റെസ്പെക്റ്റിലുപരി നിന്നെ കൊണ്ട് എന്തിനെങ്കിലും പറ്റുമോ, നീ അവരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മറ്റേ കുട്ടിയെ കണ്ടുപിടിക്കുക, അല്ലെ അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഭയങ്കര ഇമോഷണലി അബ്യൂസും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാരന്റിങ് സ്റ്റൈലാണ് പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ. ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, ഒക്കെ കൈത്തുമ്പില, ഭയങ്കര പെർമിസീവാ. ഇതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ദൃശ്യത്തിലെ വരുൺ മൂവി കണ്ടിട്ടുണ്ടാവുമല്ലോ. ദൃശ്യത്തിലെ വരുൺ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാ, അമ്മ ഭയങ്കര പെർമിസീവാ. എനിക്ക് എന്താണോ വേണ്ടത് 25,000 റുപ്യ അക്കൗണ്ടിൽ വേണം, കൊടുത്തു. അതെന്തിനാ ചെലവാക്കുന്നത്, എങ്ങനെയാ ചെലവാക്കുന്നത് ഒന്നും ചോദിക്കുന്നില്ല. ഭയങ്കര പെർമിസീവാ. പക്ഷെ ഓവർലി സ്നേഹപ്രകടനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഷ്യൂസ് എന്താ വരിക, അവർക്ക് ലൈഫിൽ ഡിസിഷൻസ് എടുക്കാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ, പ്രോപ്പർ ആയിട്ട് ഒരു രീതിയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഡിസിപ്ലിൻ ഉണ്ടാവില്ല, വളരെ മിനിമൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്ത് കാര്യം കുട്ടി പറയുന്നതാണെങ്കിൽ പെട്ടെന്ന് അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കും. പാരന്റ്സ് എക്സ്ട്രീംലി വാംത്ത് ആയിരിക്കും. എന്ന് വെച്ചാൽ അതോറിറ്റേറിയന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെർമിസീവ് പാരന്റിങ് സ്റ്റൈല് വരുന്നത്. ദൃശ്യത്തിലെ വരുന്ന നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ മൂവി കണ്ടിട്ട് നിങ്ങൾക്ക് എക്സാക്ട് മനസ്സിലാവും. ആളുടെ ആ ഒരു പാറ്റേൺ ഒക്കെ അങ്ങനെയാണ് വരുന്നത്. ആള് ഭയങ്കര അഗ്രസീവ് ആകുന്നുണ്ട്. കാരണം പാരന്റിങ് എന്ന് പറയുന്നത് പെർമിസീവ് ആണ്. ചെറുപ്പം തൊട്ടേ ഉള്ള പാരന്റിങ് പെർമിസീവ് ആണ്. അപ്പോ ആൾക്ക് തെറ്റില്ല, ശരികളില്ല. കാരണം പാരന്റ്സ് ഓൾറെഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ ആ രീതിയിലാണ് ആളുടെ ബിഹേവിയർ വരുന്നത്. ദിസ് ഈസ് കോൾഡ് പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാരന്റിങ് ആണ് അൺഇൻവോൾവ്ഡ് പാരന്റിങ് സ്റ്റൈൽ. ഈ അൺഇൻവോൾവ്ഡ് എന്ന് പറയുമ്പോൾ ചുറ്റുമില്ല, അതായത് വാമത്തും ഇല്ല, രണ്ടുമില്ല, സ്നേഹപ്രകടനമില്ല, സ്ട്രിക്റ്റും ഇല്ല. എന്താന്ന് വെച്ചാൽ ആക്കിക്കോ എന്നുള്ള ഒരു ഭാവമാണ് ഈ അൺഇൻവോൾവ്ഡ്. പേരിൽ തന്നെ ഇല്ലേ, ഇൻവോൾവ്മെന്റ് ഇല്ല, ഒട്ടുമില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര കുറവായിരിക്കും. എന്ന് വെച്ചാൽ കുട്ടികൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ചിലപ്പോൾ മിക്കപ്പോഴും ഈ ഒരു അൺഇൻവോൾവ്ഡ് പാരന്റിങ് സ്റ്റൈല് വരാൻ ചാൻസ് രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാവും. ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകളാവുമ്പോൾ അവർക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സമയം അവർ കണ്ടെത്തുകയില്ല. ആ രീതിയിലുള്ള പാരന്റിങ് സ്റ്റൈലാണ് അൺഇൻവോൾവ്ഡ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പാരന്റ്സിന് എപ്പോഴും കുറച്ചുകൂടെ പ്രയോറിറ്റി അവരുടെ ഒരു നീഡിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിലായിരിക്കും, നീഡിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി ദി ലാസ്റ്റ് വൺ, ഏറ്റവും ലാസ്റ്റിലുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ്. അറ്റ് ദി സെയിം ടൈം ലവും വാമത്തും സ്നേഹപ്രകടനവും കാണിക്കും. അറ്റ് ദി സെയിം ടൈം ഡിസിപ്ലിനും ആക്കും. അപ്പൊ ഈ ഡിസിപ്ലിൻ ആക്കുക എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ ആദ്യം പറഞ്ഞ ആ ഒരു ടൈപ്പിലായിരിക്കില്ല. കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത്. റീസൺ കൊടുക്കും അല്ലെ. നമുക്ക് കുട്ടികളുടെ കാര്യമൊക്കെ മാറ്റി നിർത്തും. നമ്മൾ പെഡൽറ്റായി 10-25 വയസ്സായി, 30 ആ ഒരു ഏജിലുള്ള ആളുകളുടെ അടുത്ത് നമ്മുടെ അടുത്ത് പറയാം നീ അത് ചെയ്യരുത് എന്ന് പറയാം. ചിലപ്പോ എന്തിനാ ചെയ്യരുത് എന്ന് പറയുന്നത് പോലും നമുക്ക് അറിയില്ലായിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്യാനുള്ള ആ ഒരു
ചെയ്യാതിരിക്കാനുള്ള ആ ഒരു പ്രവണത, ചെയ്യാനുള്ള ആ ഒരു പ്രവണത കൂടും. അപ്പോൾ ഈ ഒരു അതോറിറ്റേറ്റീവ് പാരന്റിങ്ങില് അവര് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സംസാരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ അടുത്ത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവിടെ പോകരുത് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടൊരു റീസൺ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ഇവരെപ്പോഴും കൊടുക്കും. അറ്റ് ദി സെയിം ടൈം ഒക്കെ ഉണ്ടാവും, രണ്ടും ആയിരിക്കും. അതായത് നമ്മൾ തത്തേനെ ഒരുപാട് മുറുകെ പിടിച്ചാൽ അത് പോകുമെന്ന് പറയുന്നില്ലേ, അതായത് ചത്തുപോകും. നന്നായിട്ട് അയച്ചു വിട്ടാൽ അത് പറന്നും പോകും. ഒരൊത്ത രീതിയിൽ പിടിക്കണം. നമ്മൾ പഴമക്കാരിങ്ങനെ പൊതുവെ ഇങ്ങനെ ഒരു പയഞ്ചലൊക്കെ പോലെ ഇങ്ങനെ പറയാറില്ല, സെയിം അത് തന്നെയാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്. ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ് ഉള്ള ആളുകൾ കുട്ടിയെ കുറ്റപ്പെടുത്താതെ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കും. പലപ്പോഴും നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണത്. അവർക്ക് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് എന്താ, അവരുടെ ഇമോഷൻസ് എന്താ എന്നുള്ളത് നമ്മൾ കേൾക്കാൻ പലപ്പോഴും തയ്യാറായിരിക്കില്ല. കാരണം നമുക്ക് അവിടെ നമ്മുടെ ഒരു ഈഗോ അവിടെ വർക്ക് ആവാനുണ്ട്. അപ്പോൾ ഇതാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിൽ ഏത് പാരന്റിങ് ആണ് എന്നുള്ളത് നിങ്ങളുടെ സെൽഫിനോട് തന്നെ ചോദിച്ചാൽ മതി, നിങ്ങൾ ഏത് പാരന്റിങ് ആണ് എന്നുള്ളത്. ഞാനിപ്പോ പറഞ്ഞ ഈ 4 പാരന്റിങ്ങില് കുറച്ച് എല്ലാ പാരന്റ്സിനും ഉണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന പാരന്റിങ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അത് ആക്ച്വലി ആസ് എ പാരന്റ് നമ്മുടെ ഒരു ടാസ്ക് ആണ്. ഞാൻ അതോറിറ്റേറിയനിലാണോ ഉള്ളത്, ഞാൻ പെർമിസീവ് ആണോ, അല്ലെങ്കിൽ ഞാൻ അൺഇൻവോൾവ് ആണോ, അല്ലെങ്കിൽ ഞാൻ അതോറിറ്റേറ്റീവ് ആണോ. ഇൻ കേസ് നിങ്ങൾ ഈ പറഞ്ഞ അൺഇൻവോൾവിലോ അല്ലെങ്കിൽ അതോറിറ്റേറിയനിലോ അല്ലെങ്കിൽ പെർമിസീവിലോ ആണെങ്കിൽ കൺവേർട്ട് ഇൻ ടു അതോറിറ്റേറ്റീവ് പാരന്റിങ്. പ്രൊവൈഡ് ലവ് ആൻഡ് വാർമത്ത്, അറ്റ് ദി സെയിം ടൈം പ്രൊവൈഡ് ഫെയർ ഡിസിപ്ലിൻ. കുട്ടിക്ക് അറിയണം ഞാൻ എന്തിനാണ് ഇത് ചെയ്യരുതെന്നും ചെയ്യേണ്ടാത്തതെന്നും കുട്ടിക്ക് അറിയണം. അതിന്റെ റീസൺസ് അത് കുട്ടിയുടെ ഒരു ജസ്റ്റിസ് ആണ്, അത് കുട്ടി ഡിസേർവ് ചെയ്യുന്നുണ്ട്, അത് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ആരോടും ചോദിക്കുന്നില്ല, നിങ്ങൾ ആസ്ക് യുവർ സെൽഫ്, നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ ഇത് ഏത് പാരന്റിങ്ങിലാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഇത് ഭയങ്കര രസമാട്ടോ, ഈ കോസീവി സൈക്കിൾ എന്നുള്ളത്. നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ മിക്ക പാരന്റ്സിനും അറിയാത്ത ഒരു സൈക്കിളായത്. നമ്മൾ പൊതുവെ എന്താ ചെയ്യാം, അതായത് കുട്ടി TV കാണാം, പഠിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് അറ്റൻഷൻ ഇല്ല, എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എണീച്ചു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ കുട്ടി ഡോറടിച്ചു, ദേഷ്യത്തിൽ ഡോറടിച്ചു, അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് എന്താ വരിക, നമ്മൾ ഹാർഷാവാൻ തുടങ്ങും, നമ്മൾ റിയാക്ട് ചെയ്യും. നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നതിന് പകരം റിയാക്ട് ചെയ്യും. റെസ്പോൺസ് റിയാക്ട് നമ്മൾ ഡിഫറെന്റ് ഉണ്ട്. റിയാക്ഷൻ എന്ന് പറയുന്നത് സഡൻലി നമ്മൾ ദേഷ്യപ്പെടും, നമ്മൾ അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യും, നമ്മൾ അവരെ പണിഷ് ചെയ്യും. നീ എന്താ അങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നിട്ട് നമ്മൾ അവരെക്കാളും വോയിസിൽ നമ്മുടെ സൗണ്ട് പൊന്തും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുട്ടികൾ എന്താന്ന് വെച്ചാല് ചിലപ്പോ അതിനേക്കാൾ സൗണ്ടിൽ ചിലപ്പോ കരയാൻ തുടങ്ങും, ചിലപ്പോ വാശി കൂടും. ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മള് കുട്ടിയുടെ ബിഹേവിയർ കുറക്കണം. കുട്ടി അതായത് ടാൻട്രം, വാശി കാണിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കുറക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ നമുക്ക് വേണ്ടാത്ത ആ ഒരു അൺഡിസൈറബിൾ ബിഹേവിയർ ഇല്ലേ, അതായത് ഓവറായിട്ട് TV കാണുന്നതും ഫോൺ കാണുന്നതും വാശി പിടിക്കുന്നതും അല്ലെ പഠിക്കാനിരിക്കാത്തതും, ആ ബിഹേവിയർ നമ്മൾ എത്രത്തോളം ഷൗട്ട് ചെയ്യുന്നോ അത്രത്തോളം അത് കൂടും. ആ ബിഹേവിയർ കൂടാണ് ചെയ്യുക. നമ്മൾ വിചാരിക്കുക അത് കുറയാന്നാണ്. മേ ബി അത് ടെമ്പററിലി കുറയായിരിക്കും, പക്ഷെ ഒരിക്കലും അത് പെർമനന്റ്ലി അത് കുറയില്ല, അത് കൂടാണ് ചെയ്യുക. അതിലൊരു രസം എന്താന്ന് വെച്ചാല്, നമുക്ക് ഈ ഒരു സൈക്കിൾ നടക്കുമ്പോൾ, ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സൈക്കിൾ നടക്കുമ്പോൾ നമ്മൾ ഹാർഷ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഹാർഷ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസിയും കൂടും. എന്ന് വെച്ചാല് കുട്ടികളുടെ ബിഹേവിയർ ഇട്ട് മാറിയില്ല, അവരുടെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ, TV കാണുന്നതും പഠിക്കാത്തതും അറ്റൻഷൻ കിട്ടാത്തതും, അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ സാധനങ്ങൾക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്യും. ADHD ഉള്ള കുട്ടികൾ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. അപ്പൊ ഇത് കൂടുകയും ചെയ്യും. അതേപോലെ നമ്മളും അവരെ കാണാൻ സൗണ്ടിൽ നമ്മളും സംസാരിക്കും. അപ്പൊ അവര് വീണ്ടും സെയിം ലൈക്ക് മിസ്ബിഹേവ് ചെയ്യും. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോകും. ഇതാണ് കോസീവ് സൈക്കിൾ. നമുക്ക് വേണ്ടത് വി ഹാവ് ടു ബ്രേക്ക് ഡൗൺ ദ സൈക്കിൾ. എങ്ങനെയാ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക? ഒരിക്കലും ഒരു ചൈൽഡ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നില്ല. കാരണം ചൈൽഡിന് അറിയില്ല, അതുകൊണ്ടാണല്ലോ അവർ കുട്ടി എന്ന് വിളിക്കുന്നത്. ഇപ്പോഴും മനസ്സിലാക്കുക, ഒരു ചൈൽഡും
നമ്മളും പാരന്റും തമ്മിൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് നമ്മളാണ്. കാരണം കുട്ടിക്ക് അറിയില്ല, ഒരു കാര്യങ്ങളും കുട്ടിക്ക് അറിയില്ല, കുട്ടി ചെറുതാണല്ലോ. ഇതെങ്ങനെയാ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാം? ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ചൈൽഡ് മിസ്ബിഹേവ്, പാരന്റ് റിയാക്ട് ഹാർഷ്ലി. ഈ അതായത് ഹാർഷായിട്ട് സംസാരിക്കുന്ന ഈ ഒരു പാത്താണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്. നമ്മളത് മുറിക്കണം, ഈ ഒരു സൈക്കിൾ നമ്മൾ മുറിക്കണം. കുട്ടി മിസ്ബിഹേവ് ചെയ്യും, നമ്മൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് ടിപ്സുകൾ ഉള്ളതെന്ന് നമ്മൾ പറയും കേട്ടോ. അപ്പൊ ഈ സൈക്കിൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ പലപ്പോഴും കുട്ടി നന്നാവണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിയെ നെഗറ്റീവായിട്ടാണ് പലപ്പോഴും അതായത് കുട്ടിയെ ബാധിക്കുക. ഓക്കെ, ഇതിന്റെ ടിപ്സുകളൊക്കെ നമുക്ക് ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കുട്ടിയുടെ, അതായത് നമുക്ക് വേണ്ട ബിഹേവിയേഴ്സിലോട്ടേക്ക് കുട്ടിയെ നമ്മൾ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാരന്റ് മാനേജ്മെന്റ് സ്കിൽസാണ്. ലിറ്ററലി ഇത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ ഇനീഷ്യേറ്റീവ് എടുക്കില്ല, വി ഹാവ് ടു ടേക്ക് എൻ ഇനീഷ്യേറ്റീവ്. കുട്ടികൾക്ക് നമുക്ക് വേണ്ട ബിഹേവിയേഴ്സ് കൂട്ടാനും നമുക്ക് വേണ്ടാത്ത ബിഹേവിയേഴ്സ് കുറക്കാനും ആസ് എ പാരന്റ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്കിൽസ്, അതാണ് പാരന്റ് മാനേജ്മെന്റ് സ്കിൽസിൽ പറയുന്നത്. ഇതില് ഒരു സംഭവം ഉണ്ട് കേട്ടോ. പ്രസന്റ് ചെയ്യുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലോ. സ്ക്രീന് കാണുന്നില്ല, മാമിന് മാത്രം കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. കാണുന്നില്ലേ? എല്ലാവർക്കും കാണുന്നില്ലേ? മാമിനെ കാണുന്നുണ്ട്, ബട്ട് സ്ക്രീൻ ഷെയറിംഗ് കാണുന്നില്ല. എന്നെ മാത്രമാണോ കാണുന്നുള്ളൂ? അതെ അതെ, മാമിനെ മാത്രമാണ് കാണുന്നത്, സ്ക്രീൻ ഷെയറിംഗ് കാണുന്നില്ല. സ്ക്രീൻ ഷെയറിംഗ് കാണുന്നില്ലായിരുന്നു? സ്ക്രീൻ കാണുന്നു. ഇല്ല, സൈക്കിള് പറഞ്ഞത് അതൊന്നും കണ്ടില്ല. സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടല്ലോ. മാമിന് ആർക്കെങ്കിലും മാത്രം സ്ക്രീൻ കാണുന്നുള്ളൂ. ഷെയറിംഗ് കാണുന്നുണ്ടോ? അത് താഴേക്ക് താക്കാമോ? PPT കാണുന്നു. സ്ക്രീൻ ഷെയർ കാണുന്നില്ല. മാമിനെ കാണുന്നുള്ളൂ. കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ ഷെയർ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഐ തിങ്ക് ഞാൻ ഓൾറെഡി സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂട്ടോ. ഇതുവരെ കണ്ടിരുന്നു, ഇപ്പോഴാണ് കാണാത്തത്. ഇപ്പൊ കാണുന്നില്ലേ? കുറച്ചു നേരമായിട്ട് കണ്ടില്ല, ഫസ്റ്റ് കണ്ടു. ഇപ്പൊ കണ്ടില്ലേ? കാണുന്നില്ലേ? ഇല്ല, കാണുന്നില്ല. ഞാൻ കാണുന്നില്ല. കാണുന്നുണ്ട് മാം, കാണുന്നുണ്ടല്ലോ. ഷെയർ കാണുന്നില്ല. കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി സ്ക്രീൻ ഷെയർ ചെയ്തതാണ്. ഇപ്പൊ നിങ്ങൾ PPT കാണുന്നുണ്ടോ? കാണുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കോസീവ് സൈക്കിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. കോസീവ് സൈക്കിൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാരന്റ് മാനേജ്മെന്റ് സ്കിൽസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പാരന്റ് മാനേജ്മെന്റ് സ്കിൽസിൽ ഇതില് എൻ്റെ ഒരു പ്രൊഫസർ, ഞങ്ങള് ഈ അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രൊഫസർ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പലപ്പോഴും കുട്ടികളുടെ ബിഹേവിയർ ഒരു ഇഷ്യൂസ് വരുമ്പോൾ, കുട്ടികൾ ഇങ്ങനെ ടാൻഡ്രംസ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ ഇതേപോലെ TV യൂസേജ് കൂടുമ്പോൾ, ഫോൺ അഡിക്ഷൻ വരുന്ന സമയത്ത്, പഠിക്കാത്ത സമയത്ത് ചെയ്യുന്ന അവർ ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കും, നമ്മൾ കെരയണിന്നൊക്കെ വിളിക്കും. ഇങ്ങനെ എന്താ പടച്ചൊരു കളിയില്ലേ, എവിടെ നിൽക്കാണ്ട് അങ്ങനെയൊക്കെ കളി കളിക്കുന്ന മീൻസ് ആ കൈൻഡ് ഓഫ് പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും കുട്ടികളിലുപരി ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്കിൽ അവർ മ്യൂട്ടായി മാം. മ്യൂട്ടായല്ലോ. ഓക്കെ. പലപ്പോഴും കുട്ടികളുടെ ഇഷ്യൂ ഉള്ള സമയത്ത് പാരന്റ്സിനാണ് ട്രീറ്റ്മെന്റ് വേണ്ടത് പ്രൊഫസർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇഷ്യൂ ചൈൽഡിനാണെങ്കിലും ചൈൽഡിനെ മോഡിഫൈ ചെയ്യാൻ ചൈൽഡിനേക്കാൾ കൂടുതൽ പറ്റുക ആസ് എ പാരന്റ് നമുക്കാണ്. അപ്പോൾ നമ്മൾ ആ സ്കിൽസ് അറിയണം എന്താണെന്നുള്ളത്. ഇവിടെ ആരോ
ഒരാൾ പറഞ്ഞു നമ്മൾ പറയുന്നൊന്നും അവരനുസരിക്കില്ല, അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഭയങ്കര എക്സോസ്ഡ് ആവും. അപ്പൊ നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേ ഇറ്റ്സ് റോങ്, അത് റോങ് ആണ്. നമ്മുടെ വേ നമ്മൾ മാറ്റണം, നമ്മുടെ അപ്രോച്ച് നമ്മൾ മാറ്റണം. അതാണ് പാരന്റ് മാനേജ്മെന്റ് സ്കിൽസിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതില് രണ്ട് കാര്യമാണുള്ളത്. രണ്ട് ഫേസ് ആണുള്ളത്. ഐഡന്റിഫിക്കേഷൻ ഫേസും പിന്നെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഫേസും. ആദ്യം നമുക്ക് കുട്ടിയെ അറിയണം, ടാർഗറ്റ് ബിഹേവിയർ, കുട്ടിയുടെ ബിഹേവിയർ അറിയണം. നിങ്ങളുടെ കുട്ടി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടാത്ത ബിഹേവിയേഴ്സ് എന്താണെന്ന് നിങ്ങൾ അറിയണം. അതായത് ഈ വേണ്ടാത്ത ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ പോയാലും ഒരുപാട് ബിഹേവിയേഴ്സ് ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത്. എല്ലാ ബിഹേവിയേഴ്സും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും വളരെ ഫ്രീക്വന്റ്ലി ഇടക്കിടക്ക് ഇപ്പൊ ഫോൺ അഡിക്ഷൻ, എപ്പോഴും കുട്ടി ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അറ്റൻഷൻ ഇല്ല കുട്ടിക്ക്, എപ്പോഴും കുട്ടിക്ക് അറ്റൻഷൻ ഇല്ല. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ചുകൂടെ അലേർട്ടായി നിൽക്കേണ്ടത്. അതാണ് ടാർഗറ്റ് ബിഹേവിയേഴ്സ്. കുട്ടിയുടെ ടാർഗറ്റ് ബിഹേവിയേഴ്സ് എന്താണ്? ഫോൺ അഡിക്ഷൻ ആണോ, എപ്പോഴും ഫോൺ നോക്കുന്നതാണോ, അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാത്തതാണോ, അല്ലെങ്കിൽ ഭയങ്കര ഇമ്പൾസീവ് ആണ്, കെരേണി. നമ്മള് ഇപ്പൊ രണ്ടാൾക്കാർ സംസാരിക്കുന്നതിന്റെ ഇടക്ക് കുട്ടികൾ കാര്യം സംസാരിക്കും. എങ്ങനെയാന്ന് വെച്ചാല് തീരെ ടോപ്പിക് എളുപ്പം മാറി മാറിയൊക്കെ സംസാരിക്കും. ഇതൊക്കെ ADHD ഉള്ള കുട്ടികളുടെ ബിഹേവിയേഴ്സ് ആണ്. ഒരുത്തേല് ഇപ്പൊ നിർത്തിയാല് കുട്ടീനെ വേറെ സ്ഥലത്തായിരിക്കും കാണുക, ആ സ്ഥലത്ത് കാണൂല. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മള് പറയൂലേ, പെടച്ച് കളിക്കുന്ന കെരേണയുള്ള കുട്ടികൾ. അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ ബിഹേവിയേഴ്സ്, അൺവാണ്ടഡ് ആൻഡ് അൺഡിസൈറബിൾ ബിഹേവിയേഴ്സ് ഏതാണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാണണം. മ്യൂട്ട് ആയില്ലല്ലോ? ഇല്ല. ഓക്കെ, ടാർഗറ്റ് ബിഹേവിയേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എഗെയിൻ ടാർഗറ്റ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളുടെ ബിഹേവിയേഴ്സും ടാർഗറ്റ് ബിഹേവിയേഴ്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഫ്രീക്വന്റ്ലി ഇടക്കിടക്ക് കുട്ടികൾക്ക് ഇടക്കിടക്ക് കാണുന്നുണ്ട്, ഇന്ന് കണ്ടു നാളെയും കണ്ടു, അല്ലെങ്കിൽ അതിന്റെ ദിവസവും കണ്ടു, അങ്ങനെ കാണുന്ന ബിഹേവിയേഴ്സ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. പിന്നെ ആസ്ക് യുവർ സെൽഫ്, ഏത് പാരന്റിങ് സ്റ്റൈലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. കുട്ടി ദേഷ്യപ്പെടുമ്പോ അല്ലെങ്കിൽ കുട്ടിയെ വരയിൽ നിർത്തുന്ന പാരന്റ് ആണോ, എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുന്ന പാരന്റ് ആണോ, ഒന്നും നോക്കാത്ത പാരന്റ് ആണോ, അതോ വേണ്ട പോലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പാരന്റ് ആണോ, അത് നമ്മൾ ആദ്യം ആസ്ക് യുവർ സെൽഫ്, ഐഡന്റിഫൈ, അത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, കുട്ടികളുടെ ബിഹേവിയേഴ്സ് നമ്മൾ പക്ക നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഫൈറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ടാൻട്രംസ്, ഇതേപോലെ വാശി പിടിക്കുന്നത്, അഗ്രസീവ് ആണോ. ചില ആളുകൾ ഡിസൊബീഡിയന്റ് ആയിരിക്കും, അനുസരണക്കേട് ഉണ്ടാവും, നന്നായിട്ട് പറഞ്ഞൊന്നും കേൾക്കരുത്. അതായത് നമ്മൾ എന്ത് പറയുന്നത് ചിലപ്പോൾ അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കാണിക്കുക. ചില കുട്ടികൾ സ്കൂൾസ് സ്കിപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. നിങ്ങൾ ടീച്ചേഴ്സായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ ക്ലാസ്സിൽ കയറാത്ത അവസ്ഥ, ഇപ്പൊ ചെറിയ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവര് പാരന്റ്സ് ആയിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഒരു 10ാം ക്ലാസ് അതൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇതൊക്കെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. നമ്മൾ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും, ഇതൊക്കെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എഗെയിൻ 1-2 തവണ 10ലും +1 പഠിക്കുന്ന കുട്ടി ക്ലാസ് കട്ട് ചെയ്താൽ അത് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിരന്തരം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാരന്റിങ് എന്ന് പറയുമ്പോൾ മദർ മാത്രമല്ല, ഉപ്പയും ഉണ്ട് ഉമ്മയും ഉണ്ട്, അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. 2 പേർക്കും കൺസിസ്റ്റന്റ് ആയിരിക്കണം. 2 പേര് പാരന്റിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ പൊതുവെ വീടുകളിൽ കാണാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഉമ്മ പെർമിഷൻ കൊടുക്കൂല, ഉപ്പ കൊടുക്കും, അല്ല നേരെ തിരിച്ച്, ഉപ്പ പെർമിഷൻ കൊടുക്കൂല, ഉമ്മ കൊടുക്കും. അങ്ങനെ വരുമ്പോ ദർ വിൽ ബി എ ക്ലാഷ്. അത് ക്ലാഷ് ആവും. 2 പേരും സെയിം ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. കുട്ടികളുടെ മുമ്പിന്ന് ഇതേപോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കാണിക്കാൻ പാടില്ല. അപ്പൊ കുട്ടികൾ എന്താ ലേൺ ചെയ്യാതെ? ഇപ്പോ അമ്മ, അതായത് അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് കുട്ടി കേട്ടില്ല, അച്ഛൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തു. അപ്പൊ കുട്ടി അത് ലേൺ ചെയ്തു. അതെ, എന്ത് കാര്യവും അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടും, അമ്മേന്റെ അടുത്ത് ചോദിക്കേണ്ട, അമ്മേനെ കേൾക്കേണ്ട ആവശ്യമില്ല, നേരെ തിരിച്ചു. അപ്പൊ
നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ ഉണ്ടാവട്ടെ, കുട്ടി എങ്ങനെയാ നോക്കേണ്ടത് എന്നൊക്കെയുള്ളത് അത് കുട്ടികളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാതെ പ്രൈവറ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ഈ കൾച്ചറിൽ വളരെ വിപുലമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാരന്റ്സ് രണ്ടുപേരും ചിലപ്പോൾ രണ്ടറ്റായിരിക്കും. ഒരാൾ പെർമിഷൻ കൊടുക്കും, ഒരാൾ പെർമിഷൻ കൊടുക്കൂല എന്നുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. എഗെയിൻ കുട്ടികളുടെ സ്ട്രെങ്ത് നിങ്ങൾ അറിയണം. ഇപ്പം ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ചിലപ്പോൾ വരക്കാൻ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ താല്പര്യം ഉണ്ടാവും. അപ്പൊ അവർക്ക് കളർ പെന്ന് വാങ്ങിക്കൊടുക്കുക, കളർ വാങ്ങിക്കൊടുക്കുക, അതിൽ കുറച്ച് എൻഗേജ്ഡ് ആക്കുക. അവർക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങളില്ലേ അത് പിക്കപ്പ് ചെയ്യുക. ഡെഫിനറ്റ്ലി അത് ഉണ്ടാവും. ചിലപ്പം അത് ഹൈഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. കുട്ടികൾക്ക് കളർ വാങ്ങിക്കൊടുക്കുക, അതേപോലെ ഈവൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ക്രിക്കറ്റ് അത് അങ്ങനത്തെ വാങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ ടോയ്സുമായിട്ട് കളിക്കുന്നത് ഹെൽത്തി, അത് ഹെൽത്തിയാണ്. അപ്പൊ ഫോണിന് പകരം റീപ്ലേസ് വിത്ത് ടോയ്സ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടിയുടെ സ്ട്രെങ്ത് നമുക്ക് നോക്കാൻ പറ്റും. എഗെയിൻ കുട്ടിയുടെ വീക്ക്നെസ്സും, കുട്ടി ഏതിലൊക്കെയാണ് കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു ഏരിയയും നമ്മൾ നോക്കണം. ഇതാണ് ആസ് എ പാരന്റ് നമ്മൾ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ബിഹേവിയേഴ്സ് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടാത്ത ബിഹേവിയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ യൂസ് ചെയ്യുന്ന പാരന്റിങ് സ്റ്റൈൽ ഏതാന്ന് നോക്കണം. പാരന്റ്സ് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡ് വേണം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ. എങ്ങനെയാ കുട്ടീനെ നോക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാ കുട്ടീൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്, ഏതൊക്കെ റൂൾസ് ആണ് കുട്ടിക്ക് വെക്കേണ്ടത് എന്നുള്ളതിൽ. ഇതൊരു ആക്ഷൻ ബേസ് ആണ്. നമുക്ക് ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബിഹേവിയർ മോഡിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയി വരുന്ന രണ്ട് കാര്യങ്ങളാണ് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും. റീഇൻഫോഴ്സ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്കറിയാം, പക്ഷെ എന്നാലും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളുടെ ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, അല്ലെങ്കിൽ ബിഹേവിയറിന് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, നല്ല ബിഹേവിയേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതിൽ റീഇൻഫോഴ്സ്മെന്റ് പറയുമ്പോൾ കുട്ടികളൊക്കെ അവിടെ മാറ്റി നിർത്താം. നമ്മള് നല്ലൊരു ഡ്രസ്സ് ഇട്ട് നിൽക്കാന്ന് വിചാരിച്ചു. ഒരു 2-3 ആൾക്കാര് ഇത് കൊള്ളാലോ, ഡ്രസ്സ് അടിപൊളിയായിണ്ടല്ലോ എന്ന് ചോദിച്ചാല് നിങ്ങൾ ആ ഡ്രസ്സ് വീണ്ടും വീണ്ടും ധരിക്കോ? ഉറപ്പായിട്ടും ധരിക്കും. ഉറപ്പായിട്ടും ധരിക്കും. അത് മാത്രല്ല, അങ്ങനെ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്, ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു വർക്ക് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ എഫക്ട് ഉണ്ടാവും. എത്ര ദിവസം നിങ്ങൾക്ക് ഇതിന്റെ എഫക്ട് ഉണ്ടാവും? അത് മറക്കൂല. അത് മറക്കൂല. നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആവും. നമ്മുടെ ആ ഒരു ബിഹേവിയർ കൂടും അല്ലെ? ഇപ്പൊ ഡ്രസ്സ് ആണെങ്കിൽ ഡ്രസ്സ് നല്ലതാണെന്ന് പറയുമ്പോൾ ഡ്രസ്സ് വീണ്ടും വീണ്ടും ധരിക്കാനുള്ള ഒരു ത്വരയായിരിക്കും നമുക്ക്. ആസ് എൻ അഡൽട്ട് നമുക്ക് തന്നെ ഇങ്ങനെയാണ്. അപ്പൊ കുട്ടികളുടെ കാര്യം എങ്ങനെയായിരിക്കും? കുട്ടികൾ എപ്പോഴും പാരന്റ്സിന്റെ അടുത്തുനിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും അപ്രിസിയേഷൻ നല്ലത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്താല്, പോട്ടെ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നല്ല കുക്ക് ചെയ്താല് ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കള് മറ്റാളുകള് അതിന് അഭിപ്രായം പറയാം. നമ്മൾ അങ്ങോട്ട് ചോദിക്കും അല്ലെ? എന്റെ ഒക്കെ പാരന്റ് ആണെങ്കിൽ ഉമ്മയാണെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കും, ഇങ്ങനെയാണ് നല്ലതാണോ? നല്ലതാന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ സെയിം കറി തന്നെ തരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം ഓൾറെഡി നല്ലതാന്ന് പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് കുട്ടികളിലും വർക്കാണ്. കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പ്രൈസ് ചെയ്യാനുള്ള, അവരെ നല്ലത് പറയാനുള്ള ഒരു അവസരവും ആസ് എ പാരന്റ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല, നമ്മൾ മറക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുക കുറ്റങ്ങളെയാണ്. അത് ചെയ്തില്ലല്ലോ, നീ ഇത് ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ. അത് നമുക്ക് കുറച്ച് മാറ്റി പിടിക്കാം. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് സൈക്കിൾ പോലെ ഇരിക്കാവുക. കാരണം എന്താ, കുട്ടി എന്താ കേൾക്കുന്നത്? ഞാൻ നന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ കുട്ടിയുടെ ബ്രെയിന് ഓക്കെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച അവിടെ ഒന്ന് മാറ്റി പിടിക്കുക ചെയ്യുക. അവര് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക. അവരത് ആഗ്രഹിക്കുന്നുണ്ട്, അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭയങ്കര കേട്ടോ. അത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാര് പാരന്റ്സ് ആണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും. അവര് ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാല് അതിങ്ങനെ വാദോരാതെ വന്ന് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ടാവും. അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയൊരു കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 50-ൽ ഒരു 45 മാർക്ക് കിട്ടിയാൽ മാത്രമല്ല നമുക്ക് കുട്ടിയെ റീഇൻഫോഴ്സ്മെന്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുട്ടിയെ നമുക്ക്
പ്രൈസ് അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, കുട്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താല്. ഇതില് ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എപ്പോഴും ടി വി കാണുന്ന ഒരു കുട്ടിയാണ്. ടി വി കാണുന്ന കുട്ടി ഒരു ദിവസം ടി വി കാണുന്ന ടൈം കുറച്ച് കുറഞ്ഞു. 1.5 മണിക്കൂർ ഇരുന്ന് ടി വി കാണുന്ന കുട്ടി ഒരു പോയിന്റ് ഓഫ് ടൈമില് 1 മണിക്കൂർ മാത്രമാണെങ്കിൽ നമുക്കത് അപ്രിഷിയേറ്റ് ചെയ്യാം. നീ ഇന്ന് 1.5 മണിക്കൂർ കണ്ടില്ലല്ലോ, 1 മണിക്കൂറാന്നല്ലോ കണ്ടുള്ളൂ, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, അങ്ങനെയൊക്കെ നമ്മുടേതായ ഭാഷയിൽ നമുക്ക് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദിസ് ഇസ് കോൾഡ് റീഇൻഫോഴ്സ്മെന്റ്. ഇങ്ങനെയാണ് റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്. നമ്മൾ ചീത്ത വിളിക്കുന്നതിന് പകരം നമ്മൾ അവരെ റീഇൻഫോഴ്സ് ചെയ്യുക. എന്ത് കാര്യമാണോ നമുക്ക് അവരിൽ കാണേണ്ടത് അത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ അവരെ പുകഴ്ത്തുക. അതെന്നാണ് അതിന്റെ മലയാളം. അപ്രിഷിയേറ്റ് ചെയ്യുക, നമ്മൾ പ്രേസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതില് പണിഷ്മെന്റാ വരുന്നത്. എഗെയിൻ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വടികൊണ്ടടിക്കുന്നതും കൈകൊണ്ടടിക്കുന്നതും ഫിസിക്കൽ, അതായത് ഫിസിക്കൽ ആൻഡ് മെന്റൽ അബ്യൂസ് ചെയ്യുന്നതാണ് മൈൻഡിൽ വരിക. ആക്ച്വലി ഇവിടെ പണിഷ്മെന്റ് കൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുട്ടിയെ ഫിസിക്കലി മെന്റലി നമ്മൾ അബ്യൂസ് ചെയ്യരുത്. പണിഷ്മെന്റ് കുറച്ചുകൂടെ നമുക്കൊരു പോസിറ്റീവ് വേയിൽ നമുക്ക് പണിഷ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ ഇതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ, ഒരു ലേഡി, എനിക്ക് ആളുടെ പേരറിയില്ല കേട്ടോ. അപ്പോ ആള് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട്, ഇത് ആക്ച്വലി റീഇൻഫോഴ്സ്മെന്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നെയായിരുന്നു. അതായത് ആ കുട്ടി ചെറിയൊരു കുട്ടിയാ, ഒരു 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടിയാ. അപ്പൊ ആ കുട്ടി നല്ല കുട്ടിയായിട്ട് നിന്നാൽ, അല്ലെങ്കിൽ പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടാവും. അതായത് പഠിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, പറയുന്നതൊക്കെ കേൾക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളില്ല. അതൊക്കെ ചെയ്യുമ്പോൾ ഒരു 10 സ്കോർ ഉണ്ട്. അതിൽ ഒരു ദിവസം അത് ചെയ്താൽ 1 സ്കോർ ഇട്ട് കൊടുക്കും. ഇനി അത് ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ, കുട്ടി ചെയ്തില്ലെങ്കിൽ ആ ദിവസം സ്കോർ ഇല്ല. 10 സ്കോർ ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു സൈക്കിൾ കൊടുക്കും. ഇത് ആക്ച്വലി ഇത് തന്നെയാണ് കേട്ടോ ഇന്ന് തെറാപ്പി സെഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ കുട്ടിക്ക് എന്താ അത് കിട്ടാൻ, ഈ സൈക്കിൾ കിട്ടാൻ വേണ്ടിയെങ്കിലും കുട്ടി എന്ത് ചെയ്യും, ഈ ഒരു ബിഹേവിയർ കുട്ടി പഠിക്കും. കുട്ടി പഠിക്കുക ചെയ്യുന്നത്. ഇവൻ തോ ഒരു പ്രൈസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ റിവാർഡ് സൈക്കിളിന് വേണ്ടിയിട്ടോ ആണെങ്കിലും അത് കുട്ടി പഠിക്കുമ്പോൾ വീണ്ടും കുട്ടിക്ക് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അത് പിന്നെ പെർമനന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് റീഇൻഫോഴ്സ്മെന്റ് അല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നാണ്. എഗെയിൻ പണിഷ്മെന്റിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ എല്ലാ ബിഹേവിയറിനും പണിഷ് ചെയ്യണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡൽട്ട് അല്ല, കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ വെച്ച് കഴിയുമ്പോൾ കുട്ടികളെ ഒരിക്കലും അഡൽട്ട് ആയിട്ട് ബിഹേവ് ചെയ്യാൻ, അല്ലെങ്കിൽ അഡൽട്ടിന്റെ ഒരു മെച്യൂരിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ആവശ്യമുള്ള എപ്പോഴും ഫ്രീക്വന്റ്ലി വരുന്ന നമുക്ക് വേണ്ടാത്ത ബിഹേവിയേഴ്സിനെ മാത്രമേ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പണിഷ്മെന്റ് എഗെയിൻ ഇപ്പൊ പണിഷ്മെന്റിന്റെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടി തീരെ കേൾക്കുന്നില്ല, ഈ അറ്റൻഷൻ കുറഞ്ഞ കുട്ടികളാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോർമലി നമ്മളിപ്പോ 1/2 മണിക്കൂർ ഫോൺ കൊടുക്കുമെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഫോൺ കൊടുക്കൂല. അതൊരു പണിഷ്മെന്റ് ആണ്. കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ മാറ്റി വെക്കുക. പണിഷ്മെന്റ്, അതായത് കളിപ്പാട്ടം, ഇന്ന് ചെയ്തോണ്ട് ഞാൻ കളിപ്പാട്ടം തരില്ല. അപ്പൊ കുട്ടി അത് ലേൺ ചെയ്യാം. ഞാൻ ഇന്നത് ചെയ്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമില്ലാത്ത ഈ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കിട്ടില്ല. അപ്പൊ കുട്ടി എന്താ, നെക്സ്റ്റ് ഡേ കുട്ടി മാറാൻ തുടങ്ങും. ഇതാണ് പണിഷ്മെന്റിന്റെ ഇതിൽ വരുന്നത്. പിന്നെ ഇതില് സക്സസീവ് അപ്രോക്സിമേഷൻ പ്രിൻസിപ്പിൾ. പേര് കേട്ട് വലിയ ഇതൊന്നുമില്ല, സിമ്പിൾ ആണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതായത് നമ്മൾ ക്ലാപ്പ് അടിക്കില്ലേ. ഇപ്പൊ സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാപ്പ് അടിക്കുമ്പോൾ പൊതുവെ നമുക്ക് എന്താ, ഇപ്പൊ നിങ്ങൾ ഓടുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഗാലറിയിൽ ഇരുന്ന് ഇങ്ങനെ ക്ലാപ്പ് അടിക്കുക. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയോ, എന്തായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഒന്നുകൂടെ ഊർജം വരും. ഒന്നുകൂടെ ഊർജം വരും അല്ലെ, നമുക്കൊരു ഒരു ത്വര വരും. അതിന്റെ ഒരു ത്വര വരും. അപ്പൊ സെയിം വേ ആണ് കുട്ടികളില്. കുട്ടികള് ഇപ്പൊ നമ്മൾ ഓടി ആ സ്ഥലത്ത് എത്തിയിട്ടല്ല നമുക്ക് കയ്യടി കിട്ടിയത്, സ്ഥലത്ത് എത്തുന്നതിന് മുമ്പേ കയ്യടി കിട്ടുന്നത്. ഇതേപോലെ തന്നെയാണ് കുട്ടികളില്. ഇപ്പോ ഞാനിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ 1.5 മണിക്കൂർ ടി വി കാണുന്ന കുട്ടി ഒരു ദിവസം 1 മണിക്കൂറാ കണ്ടെങ്കിൽ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം കുട്ടീനെ. അതായത് കുട്ടി നമ്മുടെ ബിഹേവിയറിന്റെ, അതായത് നമ്മൾ ടി വി കാണരുത് അല്ലെങ്കിൽ ഈ ടി വിയുടെ സമയം കുറയണം എന്നുള്ള ആ ഒരു ബിഹേവിയറിലോട്ടേക്ക് കുട്ടി എത്തുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം കുട്ടിയെ, നല്ലതായിട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ നമുക്ക് കുട്ടിയെ പ്രൈസ് ചെയ്യാം. ഇനി പഠിക്കാനിരിക്കാത്തൊരു കുട്ടിയാണ്,
ഒരു പെന്ന് വേണം അല്ലെങ്കിൽ കളറ് വേണം എന്നൊക്കെ അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ പറയുകയാണെങ്കിൽ ആഹാ കൊള്ളാലോ, അങ്ങനെ നമുക്ക് എന്താ അതിനെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം. നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് കുട്ടി പഠിക്കാനിരിക്കുക എന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് കുറെ സ്റ്റെപ്സ് വരുന്നില്ലേ? കുട്ടി പഠിക്കാൻ വേണ്ടി ചിന്തിക്കുന്നത്, പഠിക്കണം എന്ന് പറയുന്നത്, ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പ്. എന്നിട്ടാണല്ലോ ലാസ്റ്റ് പെന്നും പേപ്പറും ബുക്കൊക്കെ എടുത്ത് കുട്ടി ഇരിക്കുക. അപ്പൊ അതിന്റെ ഇടയിലുള്ള കുട്ടി എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താ അവർക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഓടാനുള്ള നമ്മുടെ ഒരു ത്വര പോലെ അവർക്ക് ഒരു ത്വര വരും ആ ഒരു ബിഹേവിയറിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതില് നമുക്ക് നമ്മൾ പാരന്റിങ് സ്റ്റൈലും പിന്നെ പാരന്റ് മാനേജ്മെന്റിലും നമുക്കുള്ള കുറച്ച് ടെക്നിക്സും നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ആദ്യം ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ആൻസേഴ്സ് ആണ് ഇതിലുള്ളത്. പൊതുവെ കാണുന്ന ബിഹേവിയറൽ ഇഷ്യൂസ്, ചൈൽഡ്ഹുഡിന്റെയും അഡോളസെൻസിന്റെയും ബിഹേവിയറൽ ഇഷ്യൂസ്, പിന്നെ അതിന്റെ കുറച്ച് ടിപ്സുകൾ. ഓക്കെ, ഇതില് ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ കുട്ടികളില് ഉറക്കിലും വിശപ്പിലും മാറ്റം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികളിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറക്കിലും ഫുഡൊന്നും കഴിക്കാതാവും. 2 ദിവസം കഴിയുമ്പോ എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ മാറും. ഓക്കെ, എപ്പോഴാ നമുക്ക് എപ്പോഴാ ഉറക്കിലും പിന്നെ അതേപോലെ വിശപ്പിലും നമുക്ക് മാറ്റം വരിക? ആസ് എ പാരന്റ് അല്ലെങ്കിൽ ഒരു അഡൽട്ട് എന്ന നിലയിൽ എപ്പോഴാ നമുക്ക് മാറ്റം വരാം? ടെൻഷൻ വരുമ്പോ. സോ മനസ്സിലാക്കുക, കുട്ടിക്ക് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണെന്ന് നമുക്കറിയില്ല, നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. എന്തോ ഒരു പ്രശ്നം ബിഹൈൻഡ് ദാറ്റ് കുട്ടീന്റെ അടുത്തുണ്ട്. ഇതാണ് കുട്ടി ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്ന് വെച്ചാൽ ഇറിറ്റബിലിറ്റി ആയിരിക്കും, റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. ഇത് ADHDന്റെ ഒരു സിംറ്റംസ് ആണ്. എന്ന് വെച്ചാൽ കുട്ടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ നമ്മൾ പൊതുവെ അതിന് പഠിച്ച കളി കയറേണി എന്നൊക്കെ പറയും. അങ്ങനെ ആക്റ്റീവ് ആയിരിക്കും ഇവര്. ഓവർ ആക്റ്റീവ് ആയി കഴിഞ്ഞാല് കുട്ടികൾ ഓടുന്ന അതേ റൂട്ടിൽ നമ്മൾ ഓടേണ്ടി വരും. ഇങ്ങനെ പൊതുവെ പറയാറില്ലേ, ചില കുട്ടികൾ ഉണ്ടാവുമ്പോ പാരന്റ് മെലിഞ്ഞു പോയി എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അത് പൊതുവെ ഈ ഭയങ്കര ഇറിറ്റബിലിറ്റി ഉള്ള കുട്ടികളുള്ള പാരന്റ് ആയിരിക്കും. കാരണം പാരന്റ്സ് അത്രയും ഒരു റിസ്ക് എടുക്കുന്നുണ്ട് അതിൽ. അപ്പൊ അതൊരു ബിഹേവിയറൽ ഇഷ്യൂ ആണ് കുട്ടിയുടെ. ഞാൻ ഫസ്റ്റ് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു ടാസ്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എഴുതാൻ ഇരുത്തിച്ചാല് ഒരു പേജ് എഴുതാനാണെങ്കിൽ 2 പേര് എഴുതിയിട്ട് കുട്ടി എഴുന്നേറ്റ് പോകും. അറ്റൻഷൻ കുറവാണ് കുട്ടിക്ക്. ഓക്കെ, ടെമ്പർ ടാൻട്രം, വാശിയാണ്, ഫുള്ള് വാശിയാണ്. പിന്നെ അതേപോലെ ഭയങ്കര ആർഗ്യുമെന്റ് ആണ്. എന്ത് പറഞ്ഞാലും ചിലപ്പോൾ തർക്കത്തരായിരിക്കും. ചിലപ്പോൾ സ്കൂളായിരിക്കും, ചിലപ്പോൾ വീട്ടിലായിരിക്കും. പിന്നെ പഠനത്തിൽ ചിലപ്പോ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, ചിലപ്പോൾ പെട്ടെന്നൊരു ടൈമിലായിരിക്കും പഠനത്തിൽ പിന്നോക്കം വന്നിട്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മൂഡ്സിലൊക്കെ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും. നോർമലി ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയി പോകും. ഇതൊക്കെ കുട്ടികളിൽ വരുന്ന ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, പിന്നെ അത് കൂടാതെ ADHDയും ODD, ഒരുപാട് ഡിസോർഡേഴ്സ് കാറ്റഗറി ഒരുപാടുണ്ട് കേട്ടോ. ഞാനിത് നോർമലി ADHD ഈസ് വെരി കോമൺ. ഇതില് ഒരു ഫാക്ട് എന്താന്ന് വെച്ചാല് മിക്ക പാരന്റ്സിനും അറിയില്ല ഇത് ഇഷ്യൂ ആണെന്നുള്ള കാര്യം അറിയില്ല. ഈ ADHD ഉള്ള കുട്ടികൾ ഭാവിയിൽ വരുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും അറ്റൻഷൻ കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല, അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ അത് വർക്ക് ലൈഫിൽ പോലും നമ്മളിപ്പോ ജോലി കിട്ടി നമ്മൾ വർക്കിലോട്ടേക്ക് കയറുന്ന ടൈമിലാണെങ്കിലും അത് ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ADHD സിംറ്റംസ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ പറഞ്ഞ പോലെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഇവര്, ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും, എല്ലാം അറിയാനുള്ള ത്വരയായിരിക്കും. ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിൽ പോവാ, ഇപ്പം ബെഡിലാണെങ്കിൽ കയറി മറിയുക, സാധനങ്ങളൊക്കെ വലിച്ചെറിയ. വേറെ ആരോ സ്ക്രീന് ഷെയർ ചെയ്യുന്നോണ്ട് മാമിന്റെ PPT കാണുന്നില്ല. ഒരു സ്ക്രീനും ഷെയർ ചെയ്യുന്നില്ലല്ലോ. ആരാ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? ഐഷ പി സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്യാവോ? ഓക്കെ മാം, ശരിയായി. ശരിയല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ADHD ആണ് നമ്മൾ പറഞ്ഞത്. ADHD ഈ സിംറ്റംസ് ഒക്കെ കുട്ടികൾ കാണുന്നുണ്ട്. അറ്റൻഷൻ ഇല്ല. ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു ലൈൻ എഴുതി കുട്ടി വേറെ എവിടെയോ പോയി. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ കൊടുത്താൽ അത് ചെയ്യാൻ പറ്റൂല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കുട്ടികൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് അവരുടെ ബിഹേവിയറൽ പാറ്റേൺ ആണ്. അത് നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം. എങ്ങനെയാ നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക? റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ പറയും. പിന്നെയാണ് ODD.
ODD ഓപ്പോസിഷണൽ ഡീഫിയന്റ് ഡിസോർഡർ. പറയുന്ന ഒന്നും കേൾക്കില്ല, എന്ത് പറയുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് താക്കുത്തരം. അത് ചില ODDയും ADHDയും വളരെ കോമൺ ആണ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഗോ ത്രൂ എ സൈക്കോളജിസ്റ്റ്. കാരണം അത് കുട്ടികളുടെ ഭാവി അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന് എനിക്കിപ്പോ റീസെന്റ് എനിക്കിപ്പോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്താന്ന് വെച്ചാല് ADHD അല്ല കേട്ടോ, ലേണിംഗ് ഡിസബിലിറ്റിയാ, പഠന വൈകല്യമുള്ള കുട്ടിയാ. അപ്പൊ പാരന്റ്സും ടീച്ചേഴ്സും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അതിന്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പഠിക്കുന്നുണ്ട് കുട്ടി, അതായത് നമ്മൾ പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. എക്സാമിന് എഴുതുമ്പോൾ വാക്കുകൾ ഫുള്ള് മാറുക എന്നുവെച്ചാല് കുട്ടിക്ക് എഴുതാൻ അറിയില്ല. ഇപ്പോ ടാസ്ക് എന്നുള്ളതാണെങ്കിൽ ടാസ്കിന്റെ സിമ്പിൾ സ്പെല്ലിംഗ് പോലും മാറ്റിയൊക്കെ എഴുതാം. പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി ആണത്. അത് ഇപ്പോ കുട്ടി ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി, ഇത്രയും വലുതായിട്ടും കുട്ടിക്ക് എഴുതാൻ അറിയില്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. കുട്ടിക്ക് ഇനിയിപ്പോ കുട്ടി പഠിച്ചൊരു ജോലി കിട്ടുന്ന ആ ഒരു ടൈമിൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ അതൊരു ചൈൽഡ്ഹുഡിലെ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ടു ലൈറ്റ്. ബട്ട് ഞാൻ കുട്ടിയോട് ഓൾറെഡി ഞാനത് പറഞ്ഞു. ഞാൻ ഈ കാര്യം കുട്ടിയുടെ അടുത്ത്, കുട്ടി കുറച്ച് 17-18 വയസ്സായല്ലോ, 18 വയസ്സായല്ലോ. അപ്പൊ ഞാൻ ആ ആളുടെ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. സോ കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മൾ കാണണം. അതിൽ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പാരന്റിങ് സ്റ്റൈല് നമ്മൾ നോക്കണം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് നമ്മൾ നോക്കണം. ആൻഡ് അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അതിലിപ്പം കറന്റ് എന്താ ചെയ്യാൻ പറ്റാന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഗോ ത്രൂ എ തെറാപ്പി. ഓക്കെ, ഇതില് ഞാൻ കുറച്ച് ടിപ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. മാഡം, ഉം. 14 വയസ്സിലെ കുട്ടി എഴുതാനെല്ലാം അറിയാം, പക്ഷെ മടി ഭയങ്കരം. അതെന്തുകൊണ്ടാണ്? നോട്ട്സ് ചെയ്ത് ക്ലാസ്സിന്ന് നോട്ട്സ് ടീച്ചർ കൊടുക്കുമ്പോ എന്തെങ്കിലായിട്ട് ഇങ്ങനെ എഴുതാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് കളിക്കില്ല, അവിടെ ഇങ്ങനെ എഴുതാണ്ടിരിക്കും. കുട്ടിക്ക് അതായത് കുട്ടി എഴുതുന്നത് എങ്ങനെയാ? അക്ഷരങ്ങൾ മാറിപ്പോകുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഇല്ല. നല്ല വൃത്തിക്ക് എഴുതാൻ അറിയാം, പക്ഷെ ഇങ്ങനെ ഇല്ല സമയത്ത് എഴുതാൻ അറിയാതെ കളിക്കും. കുട്ടി ഭയങ്കര ആക്റ്റീവ് ആണോ? അങ്ങനെ ആക്റ്റീവ് കണക്കായിട്ട്, അങ്ങനെ ഓവർ ആക്റ്റീവ് ഒന്നുമില്ല. ഓവർ ആക്റ്റീവ് അല്ല. കുട്ടിക്ക് എഴുതാൻ അറിയാം. നമ്മളിപ്പോ ഒന്ന് എഴുതാൻ കൊടുത്താൽ അത് കുട്ടി കറക്റ്റ് എഴുതുന്നുണ്ടോ? എഴുതാൻ അറിയാം, പക്ഷെ മടി. മടിയാണ്. അങ്ങനെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് എഴുതണം, അങ്ങനെയുള്ള ഒരു ഇതില്ല. ഓക്കെ, ഇത് എപ്പോഴും ഒരു ഡിസോർഡറോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോ ഒരു ബിഹേവിയർ ആയിരിക്കും. ഈ ലേസി മടി എന്ന് പറയുന്നത് കുട്ടി എവിടുന്നോ പഠിച്ചെടുത്ത സാധനമായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്സസീവ് അപ്രോക്സിമേഷൻ, നമ്മുടെ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞില്ല, അത് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ മാക്സിമം ആഡ് ചെയ്ത് കുട്ടികൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. നമ്മൾ പറയുന്നതിലും കൂടുതലാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റിവാർഡും നമ്മൾ പ്രൈസ് ചെയ്യുന്നതും ഒക്കെ എന്താവണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരിക്കലും മാത്രം ചെയ്താൽ പോരാ, ഇടക്കിടക്ക് കൊടുക്കണം. കുട്ടി ഇപ്പൊ എഴുതാനിരിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കൂലേ, അങ്ങനെ കൊടുക്കാം. പറഞ്ഞോളൂ, ആര് സംസാരിക്കാൻ വന്നിരുന്നോ? ഇല്ല. ഓക്കെ, നമുക്ക് കുട്ടിയെ പ്രൈസ് ചെയ്യാം. ഇനി റീഇൻഫോഴ്സ്മെന്റ് പ്രൈസിങ് മാത്രമല്ല, കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു? 14 വയസ്സുള്ള കുട്ടിയാണല്ലേ. 14 വയസ്സെന്ന് പറയുമ്പോൾ എത്ര ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്? 9th സ്റ്റാൻഡേർഡില്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുട്ടികളുടെ അടുത്ത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടോ. അത് ഞാനിപ്പോ പറയും. ഞാനിത് പറയുമ്പോ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു പോയാ പോരെ? ഓക്കെ. അപ്പോ ഇതിൽ കുറച്ച് ടിപ്സ് എന്താന്ന് വെച്ചാല്, നമ്മൾ റൂൾസ് സെറ്റ് ചെയ്യുമ്പോൾ റീസണബിൾ റൂൾസ് സെറ്റ് ചെയ്യാം. അതായത് കുട്ടികൾക്ക് തോന്നണം ഇതിന് പക്ക ഒരു റീസൺ ഉണ്ട് അവിടെ. അതായത് തോട്ടില് അല്ലെങ്കിൽ പുഴയിൽ നീ പോവരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതിൽ വീണ് മുങ്ങിപ്പോവും, അതുകൊണ്ടാണ് പോവരുത് എന്ന് പറയുന്നത്. ഓക്കെ, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആൻഡ് റൂൾസ് കൊടുക്കുക. ഒരു റീസണും ഇല്ലാതെ, മീൻസ് നമ്മുടെയോ അല്ലെങ്കിൽ മറ്റ് സിബ്ലിങ്സിന്റെയോ മറ്റ് പാരന്റ്സിന്റെയോ വാശിയോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഈഗോന്റെ പേരിൽ നമ്മൾ കുട്ടിയെ സ്ട്രിക്റ്റ് ചെയ്യരുത്. അവർക്ക് റീസണബിൾ ആയിട്ടുള്ള ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റൂൾ കൊടുക്കണം. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന റൂളും അല്ലെ +2 പഠിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന റൂളും രണ്ടും ഒന്നാവരുത്. അത് രണ്ടും മാറ്റമുണ്ട്. നമ്മൾ കുട്ടികളുടെ ഗ്രോത്ത് നമ്മൾ അറിയണം അല്ലെ.
നമ്മളെ ഇപ്പോ ഒരാള് കൺട്രോൾ ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഒരു ഓവർ കൺട്രോൾ വരികയാണെങ്കിൽ, അതേസമയം നല്ലതിനാണെങ്കിൽ നമ്മളത് എടുക്കും. അതേപോലെ തന്നെയാണ് കുട്ടികൾ. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റൂൾസ് എപ്പോഴും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. ഓക്കെ, അതാണ് അതിലുള്ളത്. പിന്നെ ഈ റിവാർഡും പണിഷ്മെന്റും കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതിൽ മാറ്റം ഉണ്ടാവുക. ഞാൻ പണിഷ്മെന്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞു റിമോട്ട് എടുത്ത് വെക്കുന്നത്. അതായത് ഇന്ന് നീ ഞാൻ പറയുന്നത് കേട്ടില്ല, സോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ റിമോട്ട് എടുത്തു, ഇന്ന് നിനക്ക് റിമോട്ട് ഇല്ല. അതിൽ ഇളവ് വരുത്തരുത്. ഇളവ് വരുത്തിയാല് കുട്ടി എന്താ പഠിക്കുക? എന്തായാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടും, ഈ സാധനമാണ് കുട്ടി പഠിക്കുക. എപ്പോഴൊക്കെ കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കാണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിൾ ആണ് കേട്ടോ, റിമോട്ട് എടുത്ത് വെക്കണം. കൺസിസ്റ്റന്റ് ആയിരിക്കണം. അടവ് നടത്തുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും കുഴപ്പമൊന്നുമില്ല, ഇവിടെ എന്ത് പോകുന്നുള്ള സാധനം മനസ്സിലാവും. കൺസിസ്റ്റന്റ് ആയിരിക്കണം. എഗെയിൻ റിവാർഡും കൺസിസ്റ്റന്റ് ആയിരിക്കണം. എപ്പോഴൊക്കെ കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോഴൊക്കെ റിവാർഡ് കൊടുക്കണം. നിങ്ങൾ പ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് കൺസിസ്റ്റന്റ് പാരന്റിങ് ആയിരിക്കണം. അത് പാരന്റ്സ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇപ്പൊ കുട്ടികളുടെ മുമ്പെന്ന് കാര്യങ്ങൾ തർക്കങ്ങളോ അല്ലെങ്കിൽ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ മുമ്പെന്ന് പറയാതെ, കുട്ടികളുടെ മുമ്പെന്ന് ആക്ച്വലി പറയേ ചെയ്യരുത്. അല്ലാതെ പേഴ്സണലി നിങ്ങൾ ഒരു ധാരണയിലെത്തുക, എങ്ങനെയാ കുട്ടിയെ വളർത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കുട്ടിക്ക് പെർമിഷൻ കൊടുക്കേണ്ടത്, എന്തൊക്കെയാ റൂൾസ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ കുട്ടിയുടെ മുമ്പെന്നല്ലാതെ പറയാന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ടൈം ഔട്ട് കൊടുക്കണം. നമ്മളിപ്പോ വളരെ എക്സോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം, കുട്ടികൾ എന്തിനാ കരയുന്നതെന്നറിയോ, അല്ലെങ്കിൽ കുട്ടികൾ എന്തിനാ വാശി കാണിക്കുന്നതെന്നറിയോ? നമുക്കൊരു വിഷമം അല്ലെങ്കിൽ സങ്കടം വന്നാൽ നമ്മൾ എങ്ങനെയാ അത് ഇപ്പൊ ആസ് എൻ അഡൽട്ട് നമ്മൾ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യാം? എങ്ങനെയാ നമ്മളത് ഹാൻഡിൽ ചെയ്യാം? ആരോടെങ്കിലും പറയും. നമുക്കത് നല്ലൊരു വേ അറിയാം, എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാം. കുട്ടികൾ കരയുന്നതും വാശി പിടിക്കുന്നതും ഒക്കെ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അവർക്ക് ഇമോഷൻസ് ഓവർ ബേസ്റ്റ് ആകുന്നതാണ് അവർ കരയുന്നത്, അല്ലെ? അതാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അറിയില്ല എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. നമ്മൾ അതുകൊണ്ടല്ലേ പറയുന്നത്, നമ്മൾ എല്ലാത്തിനും കരയുന്ന ആൾക്കാർ നമ്മൾ നീ കുട്ടികളെ പോലെ കളിക്കാണോ എന്ന് ചോദിക്കും. കുട്ടികൾക്ക് അത് അറിയില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി കുട്ടി അങ്ങനെ കരഞ്ഞു, അതായത് പ്രശ്നമാക്കുന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ കുട്ടി ഭയങ്കര എക്സോസ്ഡ് ആണ്, അത് ചിലപ്പോൾ അഗ്രസീവ് ആവാം, ചിലപ്പോൾ കുട്ടി ദേഷ്യം പിടിക്കുന്ന സമയമാവും, കുറച്ച് സമയം കുട്ടിക്ക് കൊടുക്കണം. അതായത് കുട്ടീൻ്റെ അടുത്ത് പറയാം, ഇപ്പോ ദേഷ്യത്തിലാണല്ലോ ഉള്ളത്, അല്ലെങ്കിൽ സങ്കടത്തിലാണെങ്കിൽ കുറച്ച് സമയം മോൾ അല്ലെങ്കിൽ മോൻ ഇരിക്കി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ വരാട്ടോ, അങ്ങനെ പറയാം. കുറച്ചൊരു സമയം ആ കുട്ടിക്ക് ഒരു സ്പേസ് കൊടുക്കുക. നമ്മൾ അതിനല്ലേ എക്സ്പെക്ട് ചെയ്യുന്നത്? നല്ല അഗ്രസീവായി അല്ലെങ്കിൽ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വേണമായിരിക്കില്ലേ? അത് നമ്മൾ കുട്ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ വരിക. അതായത് മോനെ അല്ലെങ്കിൽ മോള് ദേഷ്യപ്പെട്ടപ്പോ എനിക്കും വിഷമായി, അപ്പൊ എന്താ ഇങ്ങനെ, പിന്നെ എന്തെങ്കിലും വിഷമമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയാം, എനിക്കും വിഷമായി, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ലല്ലോ, ഞാൻ ചൂടായില്ലല്ലോ. ദിസ് ഇസ് പാരന്റിങ്. ഇതാണ് ആക്ച്വലി പാരന്റിങ്. അവര് ചൂടാകുമ്പോൾ നമ്മളും ചൂടാവാണെങ്കിൽ കോസീവ് സൈക്കിൾ, അതങ്ങനെയാണ് പോവാ. പക്ഷെ നമുക്ക് വേഗം ദേഷ്യം വരുന്നല്ല, അതല്ലേ പ്രശ്നം. യെസ്, അതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ പാരന്റിങ് സ്കിൽസ് പഠിക്കേണ്ടത്. നമ്മളത് മാറ്റണം. നമുക്ക് ദേഷ്യം, ഒബ്വിയസ്ലി നമുക്ക് ദേഷ്യം വരും ആസ് എ പാരന്റ് ആയിട്ട് നിൽക്കുമ്പോൾ. നമുക്ക് കുട്ടികളെ എന്തായാലും മാറാൻ പോകുന്നില്ല, നമ്മൾ മാറ്റാം. എന്റെ മോനെ 5ാം ക്ലാസ് പഠിക്കുന്ന ആളാണ്. അവള് നല്ല ആക്റ്റീവാണ്, ഇപ്പൊ പറഞ്ഞ പോലെ നല്ല ആക്റ്റീവാണ്, എഴുതാനും വായിക്കാനും ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇല്ലേ, അവന് താഴെയുള്ള ആൾക്കാരോട് ഭയങ്കരമായി ദേഷ്യപ്പെടും. നമുക്ക് കേൾക്കും, ഓന്റെ താഴെയുള്ള ആൾക്കാരോട് നന്നായി ദേഷ്യപ്പെടും. അപ്പം ഞാൻ മൂത്ത ആളാണോ? എന്റെ മൂത്ത ആളാ. ഓന്റെ താഴെയുള്ള ആളുകൾ അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഓന്റെ പ്രായം കുറവുള്ള ആൾക്കാരോട് നന്നായി ചൂടാവും. ആള് ഉഷാറാണ്, എല്ലാത്തിനും ആക്റ്റീവാണ്, എല്ലാത്തിനും ഇതാണ്. പക്ഷെ ഇതാണ് ഭയങ്കര ദേഷ്യപ്പെടും. നമുക്ക് കേൾക്കുമ്പോ ഞാൻ ഒരുപാട് തവണ പറഞ്ഞെടുക്കും, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയില്ല, എന്തുകൊണ്ടാ ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടും. കാരണമൊന്നും വേണ്ട, ചെറുതായിട്ട് 5ാം ക്ലാസ്സില്
5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പൊ ആളാണല്ലേ? ഇവിടെ നിൽക്കുന്ന കുട്ടി ഒന്ന് അപ്പുറത്തേക്ക് നിൽക്കുന്ന പറഞ്ഞാൽ മതി, അപ്പോഴേക്ക് ദേഷ്യപ്പെടും. ദേഷ്യപ്പെടും. വീട്ടിൽ ആൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടോ? അതായത് അയാളുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു ഫ്രീഡം വീട്ടിലുണ്ടോ? ആർക്കോ ഓൻക്കോ? അതായത് ആള് മൂത്ത ആളാണല്ലോ അല്ലെ? അങ്ങനല്ലേ പറഞ്ഞത്? അതായത് ആ 5 വയസ്സുകാരന് കിട്ടേണ്ട ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ടോ അവിടുന്ന് വീട്ടിൽ നിന്ന്? ഉണ്ട്. ഓന്റെ അഭിപ്രായങ്ങൾ പറയാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓന്റെ അഭിപ്രായങ്ങളൊക്കെ ഓൻ പറയാറുണ്ട്. ഒന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ടൈമൊക്കെ ഓനക്ക് സ്പേസ് ഒക്കെ ഉണ്ട് നന്നായിട്ട്. പക്ഷെ കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ആൾക്ക്. എല്ലാ കാര്യങ്ങളും ചോദിക്കും പറയും ഒക്കെ ചെയ്യും. ബട്ട് ഇതാണ് കുഴപ്പം. ഇതാണ് ഓക്കെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാട്ടോ, പാരന്റിങ് ടിപ്സ്. പിന്നെ ഇതില് ഇമ്പോർട്ടന്റ് വേറൊരു കാര്യം എന്താ അറിയോ? പാരന്റിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 10ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ആ ഒരു ടൈമിലല്ല, ചൈൽഡ്ഹുഡ്. അതായത് നമ്മൾ അത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഏത് അപ്ലൈ ചെയ്യേണ്ടതും എന്നുള്ളത് കുട്ടിയെ നമ്മൾ കൺസീവ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ചെറുപ്പം തൊട്ടേ നമ്മൾ ഈ ഒരു പണിഷ്മെന്റും റിവാർഡും നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തു വരണം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. അത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഇൻ ഡീറ്റെയിൽ ആണ്. അത് ഞാനിപ്പോ പറഞ്ഞ കണക്ട് ചെയ്താൽ മതി. പണിഷ്മെന്റ്, എൻഫോഴ്സ്മെന്റ്, സക്സസീവ് അപ്രോക്സിമേഷൻ, പിന്നെ കൺസിസ്റ്റന്റ് പാരന്റിങ്. എന്റെ കുട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെറുതാണ്, 3.5 ആയിട്ടുള്ളൂ. 3.5 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ അംഗനവാടിയിൽ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 6 months ആയി പോവാൻ തുടങ്ങിയിട്ട്. അപ്പോ പോയി തുടങ്ങിയതിന്റെ ശേഷം ഒരുപാട് വ്യത്യാസങ്ങള് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ എന്റെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടായിരുന്നു. ഫുൾ എപ്പോഴും മമ്മ എന്ന് പറഞ്ഞ എപ്പോഴും കൂടെ നടക്കുക. ഉമ്മാനോട് ഇന്നേക്കാളും സ്നേഹം, എല്ലാ കാര്യം എന്റെ ഉമ്മ ചെയ്താൽ മതി. ഇന്ന അത്ര ഒരു ഇതില്ല. ഫുൾ എപ്പോ ഒരു ഉമ്മമാരോട് കുട്ടികൾക്കൊരു ഇതുണ്ടാവില്ലേ, ഇഷ്ടം ഉണ്ടാവില്ലേ, അങ്ങനെ. ഇപ്പൊ ആ ഒരു ഇതൊന്നുമില്ല. എന്റെ ഉമ്മാക്ക് തന്നെ ഭയങ്കര സങ്കടം. കുട്ടി ഇപ്പൊ എന്നോട് കൂടുതല് ഇപ്പൊ എന്റെ ഉമ്മ എടുക്കണ്ട, ഞാൻ എടുത്താ മതി. ഉമ്മാന്റെ അടുത്തേക്ക് അധികം ഞാൻ കുറച്ച് ഇമോഷണൽ ആവും. ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ഉമ്മാക്ക് തന്നെ ഭയങ്കര ഇത്, കുട്ടി എന്നോട് എന്തൊക്കെയോ ഒരു ഡിസ്റ്റൻസ് ഇടുന്ന പോലെ. ശരിക്കും ഉമ്മാന്ന് വിളിക്കുക അല്ലെങ്കിൽ എടുക്കാൻ സമ്മതിക്കുക, ഫുഡ് കൊടുക്കാൻ സമ്മതിക്കുക ഒന്നും ചെയ്യണില്ല. അപ്പോ എന്റെ ബ്രദറിന് കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഓൾക്ക് എപ്പോഴും ഉമ്മാനെ വേണം. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ചെറിയ കുട്ടി ഉണ്ടാവുമ്പോ ഓളോടാണ് സ്നേഹം കാണിക്കുന്നത്, എന്നോടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്ന കാരണം അല്ല, എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഉമ്മാർക്ക് അങ്ങനെയല്ല. ഉമ്മാർക്ക് എല്ലാ പേരക്കുട്ടികളും ഒരേപോലെയാണ്. ഇപ്പൊ മൂത്ത ആളാവുമ്പോ ഓൻ കളിപ്പാട്ടം കൊടുക്കണില്ലെങ്കിൽ കൊടുക്കുന്ന നമ്മള് മൂത്ത ആളോടല്ലേ പറയാ. ചെറിയ ആൾ കരയുമ്പോ മൂത്ത ആളോടല്ലേ നമ്മള് പറയാ. അപ്പൊ അവര് അതനുസരിക്കണം. പക്ഷെ ഓല ആ ഒരു പ്രായത്തില് ആ ഒരു വാശി കൊടുക്കൂല, അങ്ങനത്തെ ഒക്കെ. അപ്പൊ നമ്മൾ ഓലയാണ് ചീത്ത അറിയാ, ഓലയാണ് അനുസരിപ്പിക്കാൻ ശ്രമിക്കുക മൂത്ത ആൾക്കാരെ. അതായത് ഓന്റെ താഴെ എന്റെ ബ്രദറിന് ഒരു കുട്ടിയുണ്ട്. അപ്പൊ എന്റെ വീട്ടില് ഓൾക്ക് ഇവന് സൈക്കിൾ ഇരുന്നാ ഓൾക്ക് സൈക്കിൾ വേണം, ഓൻ കസേര ഇരുന്നാ ഓൻ കസേര വേണം. അപ്പൊ നമ്മളെല്ലാം ആ കുട്ടിക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പൊ ഓള് ചെറുതല്ലേ, ഓൾക്ക് അറിയില്ലല്ലോ, അനക്കറിയാലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കുട്ടിക്ക് അറിയാം. അതെ. അപ്പൊ അതായത് നമ്മൾ രണ്ടുപേർക്കും ഈക്വൽ പരിഗണന കൊടുക്കണം എപ്പോഴും. പക്ഷെ രണ്ടാളും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. ഭയങ്കരമായിട്ട് ഒരാൾ അവിടുന്ന് മാറ്റുക എന്നല്ലാതെ വേറൊരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണില്ല. പോരാത്തതിന് അംഗനവാടി പോയി വന്നതിന് ശേഷം അതായത് കുട്ടിയെ നിങ്ങൾ പ്രശംസിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതായത് കുട്ടികളടുത്ത് ആദ്യം നമ്മൾ സംസാരിക്കാം. കുറച്ച് സമയം ഇന്ന കുട്ടിക്ക്, കുറച്ച് സമയം ഇന്ന കുട്ടിക്ക് തരും. അപ്പൊ നമ്മളിങ്ങനെ പറയൂലേ, നല്ലപോലെ നിൽക്കുന്നുണ്ടല്ലോ അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളുടെ അടുത്ത് പറയാം. ട്രൈ ചെയ്തിക്കണ് ഒരുപാട് നല്ല രീതിയിൽ. എന്താ അതാ ഞാൻ പറഞ്ഞത്, കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ 1-2 വട്ടം ഇതാക്കി നമ്മള് കുട്ടികൾക്ക് പ്രോസസ് ചെയ്യാനൊരു സമയം നമ്മൾ കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന്
ആ കൺസിസ്റ്റന്റ് ഒരു ആയിട്ട് ഇഷ്യൂ ചെയ്തു. മാത്രല്ല, ഇപ്പൊ അംഗനവാടി പോയി വരുന്നതിന് ശേഷം ഇപ്പൊ വായയിലൊക്കെ ഡ്രസ്സ്, കൈ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കിട്ടുന്നത് എഴഞ്ഞു നടക്കുന്ന പ്രായത്തിൽ പോലും വായയിലൊന്നും ഇടാത്ത കുട്ടി ഇപ്പൊ തുടങ്ങുകയാണ് അങ്ങനത്തെ സ്വഭാവം. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാല് ചിലപ്പോ പല ആൾക്കാരും ഉണ്ടാവില്ലേ, അവിടുന്ന് ചിലപ്പം കണ്ടുപഠിക്കുന്നതാകാം, അല്ലെങ്കിൽ അവര് കണ്ടുപഠിക്കുന്നതാകാം ആ ഒരു ബിഹേവിയർ. അതൊന്നും മാത്രല്ല, നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പ്രോപ്പർ ആയിട്ട് സംസാരിക്കേണ്ടതിന് പകരം നമ്മൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ പറയുമല്ലോ. അതായത് എന്താ ഇതൊന്ന് പാട്ട് അംഗനവാടിന്ന് പഠിച്ചത് വെച്ചാല് കുമാമ, കുട്ടിമാമ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ ഓർഡർ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞുകാണ്ട് പോവുക. പിന്നെ നമ്മളെ എന്തെങ്കിലും ഇപ്പൊ ഇന്ന് കടയിൽ കയറിയിട്ട് ഏതോ ഒരു മിഠായി വേണം, അപ്പൊ മിഠായി വേണമെന്ന് പറഞ്ഞു ഒരു മിഠായി എടുത്തു കൊടുത്തു. അപ്പൊ അതല്ല, ഏതാണെന്ന് പറയുന്നില്ല, അവിടെ കടന്ന് കരയുക ആ കടയിൽ കടന്നിട്ട്. അപ്പൊ നമ്മള് ജയിക്കാരൻ കരുതി അടുത്തത് മേടിച്ചു കൊടുത്തു, അതല്ല. മൂന്നാമതും മേടിച്ചു കൊടുത്തു, അതല്ല. നാലാമതാണ് പറഞ്ഞത് ഇന്ന മിഠായിയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് കേട്ടോണ്ട് ഇന്നപ്പോ തന്നെ അവന്റെ തലയിൽ നോക്കി കൊടുക്കുന്നു. അത് ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് കടന്നു ഉരുളുക. അപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓൻ ശരിക്കും വായ തുറന്ന് പറയണില്ല. ലാസ്റ്റ് ഞാൻ ദേഷ്യപ്പെട്ടു, എന്താണെന്ന് പറയും. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് തലയിൽ നോക്കണം. അതായത് നമ്മൾ തലയിൽ ഇങ്ങനെ കളിക്കുമല്ലോ, പ്രോപ്പറായിട്ടൊന്നും പറയുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോർമൽ എന്താ എല്ലാ മിക്ക കുട്ടികൾക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ മാത്രം നമ്മൾ കൺസേൺ ആയാൽ മതി. നമ്മളിത് എക്സ്പെക്ട് ചെയ്യണം, കുട്ടികൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം നമ്മൾ പാരന്റ് ആണ്, നമ്മൾ പാരന്റിങ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മള് അവര് അല്ലെങ്കിൽ മറ്റു കുട്ടികൾ, ഓരോ കുട്ടികളും ഡിഫറെന്റ് അല്ലേ. മറ്റു കുട്ടികൾ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ നിൽക്കണം, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിക്ക് ഒരേ രീതിയിലാണ് കുട്ടി ഉള്ളതെങ്കിൽ ആ ബിഹേവിയർ നമ്മൾ ഇതേപോലെ മോൾഡ് ചെയ്തെടുക്കാൻ നോക്കണം. നന്നായിട്ട് കുട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ചീത്ത വിളിച്ചിട്ടല്ല കേട്ടോ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഹലോ മാം, നമുക്ക് ഞാൻ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഹലോ ഹലോ മാം, എനിക്കൊരു 5 വയസ്സായ ഹലോ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിസ്കഷനിൽ വെക്കട്ടെ. ഓക്കെ. പിന്നെ ഇതില് പാരന്റിംഗ് ടിപ്സിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സിന്റെ സോഴ്സ് ഏതാന്ന് അറിയണം. ചിലപ്പോ കുട്ടി അതായത് നോർമലി വീട്ടിൽ നിന്ന് പോയി സ്കൂളിലോട്ടേക്ക് പോയി സാധാരണ നല്ല മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടിയാ, മാർക്കൊന്നുമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാട്ടം കുട്ടി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, സാധാരണ നോർമലിന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ നമ്മൾ അടുത്തിരുത്തി മെല്ലെ അവരെ താലോലിക്കുകയൊക്കെ ചെയ്ത് അവരുടെ അടുത്ത് ചോദിക്കണം എന്താ പറ്റിയത്, അല്ലെങ്കിൽ പിന്നെ ഇന്ന് മാർക്ക് കുറഞ്ഞ കണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അവർക്കൊരു വിശ്വാസം വേണം, നമ്മളെടുത്ത് എന്തും പറയാം എന്നുള്ളൊരു വിശ്വാസം വേണം. ഈ സോഴ്സ് ഓഫ് സ്ട്രെസ്സിൽ പലപ്പോഴും ഈ ചൈൽഡ് അബ്യൂസിന്റെ കേസിലൊക്കെ പല പാരന്റ്സും അറിയാണ്ട് പോകുന്നുണ്ട്. പല ഫാമിലീസിന്റെ ഇടയ്ക്ക് തന്നെ വിത്തിൻ ഫാമിലീസ് തന്നെ ഇഷ്ടംപോലെ അബ്യൂസസ് ഒക്കെ ഉണ്ടാകുന്ന സമയമുണ്ട്. പക്ഷെ അത് പാരന്റ് ഫെയിൽ ആയി പോവാണ്. സ്ട്രെസ് മനസ്സിലാക്കാനും സോഴ്സ് മനസ്സിലാക്കാനും പല കുട്ടികൾക്കും മടിയാണ് പല കാര്യങ്ങളൊന്നും പറയാൻ. അതവിടെ ഒരു ബേരിയർ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ആ ബേരിയർ ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്റെ പാരന്റിന്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, അമ്മേന്റെ അടുത്ത് എനിക്ക് ചെന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മളവിടെ എപ്പോഴും ഉണ്ടാക്കി. അത് എന്തുകൊണ്ടാണ് മാഡം അങ്ങനെ പറ്റുന്നത്? അങ്ങനെ പാരന്റിങ് സ്റ്റൈലിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മള് ചിലപ്പോ ആസ് എ പാരന്റ് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും നമ്മൾ. നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം കുട്ടികള് ആദ്യം ഒരാൾ പറഞ്ഞ പോലെ നമ്മളോടങ്ങ് ചൂടായി പോകും. നമ്മളെ കാര്യം തന്നെ എടുത്തു നോക്ക്. എപ്പോഴും നമ്മള് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, ക്രിട്ടിസിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ ക്രിട്ടിസിസം തന്നെ ആവണമെന്നില്ല. ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളെടുത്ത് നമ്മൾ ചെന്ന് കാര്യങ്ങൾ പറയും, നമ്മളത് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എത്ര പേരെടുത്ത് പറയും? അത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരാളെടുത്തല്ലേ നമ്മൾ പറയൂ. സോ ആസ് എ പാരന്റ് നമ്മൾ കുട്ടിയുടെ അടുത്ത് അത്രയും കംഫർട്ട് ആവണം. അതിന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സ്റ്റൈൽ അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈലാണ്. അത് ചൂസ് ചെയ്താല് നമ്മൾ കുട്ടീൻ്റെ അടുത്ത്, കുട്ടിക്ക് തോന്നും മീൻസ് എനിക്ക് അച്ഛൻ്റെ അടുത്ത്, അമ്മേന്റെ അടുത്ത്, അല്ല എന്റെ പാരന്റിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാന്നുള്ളത്. നമ്മുടെ സ്റ്റൈല് മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഏക ഒരു പോംവഴി എന്ന് പറയുന്നത്. പിന്നെ ഇതില് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
ഫോണിന്റെ യൂസേജ് നിങ്ങൾ കുറക്കണം, കൊടുക്കരുത്. ചെറുപ്പത്തിൽ അത് ശീലിപ്പിക്കണം. സഡൻലി നമ്മൾ ഒരുപാട് കൊടുത്ത് പെട്ടെന്നാക്കുമ്പോ അതിൻ്റെതായ ഒരു സംഭവം കുട്ടിക്ക് കാണും. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ? ഹലോ, മാമിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പേരന്റിന് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നാൽ മതി. കാരണം മാം പറയണത് ഇങ്ങനെ വിഷയം മാറി മാറി അവരിതിലേക്കൊക്കെ പോകുമ്പോ നമുക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പൊ മാമിനും അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതെ, ഓക്കെ, ഞാനിത് തീർക്കാം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, തീർക്കാം. അത് തീർത്തിട്ട് ഞങ്ങൾക്ക് അവസരം തന്നാൽ മതി. കാരണം എല്ലാരും ഇങ്ങനെ സംശയം. ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 മിനിറ്റ്സും കൂടെ ഉള്ളൂ, തയ്യാറായി. പിന്നെ ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, റീസ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതില് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികളൊപ്പം കൂടി നമ്മളും കളിക്കണം. നമ്മൾ പലപ്പോഴും അത് നമ്മൾ മറക്കും, അല്ലെങ്കിൽ നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മടിയായിരിക്കും, പല കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ടോയ്സ് കൊണ്ട് കളിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു വേണമെങ്കിൽ ഷട്ടിൽ ബാറ്റ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കുട്ടികളെ ചെയ്യിക്കാൻ വേണം, നമ്മളത് ഇൻവോൾവ് ആവാൻ വേണം. അതിന്റെ ഒരു ഒന്നാമത്തെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഫോണിന്റെ യൂസേജ്, ടിവിന്റെ യൂസേജ് ഒക്കെ സൈഡായി പോകും. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നത് കൊണ്ടാണ് ഫോൺ യൂസേജ് കൂടുന്നത്, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ കുട്ടിയായിട്ടൊരു ക്വാളിറ്റി ടൈം വേണം. ഒരു ഡേ ഒരു സമയമെങ്കിലും അത് വേണം. നമ്മൾ എത്ര പേര് ക്വാളിറ്റി ടൈം കുട്ടികളായിട്ട് ഉണ്ടാക്കാറുണ്ട്? ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ ഫോണും ഒക്കെ മാറ്റി വെച്ച് അതായത് ഒരു സംസാരം വളരെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കലാണ് ക്വാളിറ്റി ടൈം. പലപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവുക, അല്ലെ? നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും ആ ഒരു മീലെങ്കിലും ഒരു ദിവസം എല്ലാവരും ഒപ്പം കഴിക്കണം. ഇവൻ ദോ ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യമാണെങ്കിലും അത് ആ ഒരു ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. അത് ഫാമിലിന്ന് മാത്രമല്ല, ഇവൻ ഫ്രണ്ട്സ് ഒക്കെ എന്തുകൊണ്ടാവും നമുക്ക് വളരെ നമ്മളോട് ഹൃദയത്തോട് ഭയങ്കര ചേർന്ന് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ക്വാളിറ്റി ടൈം ഒരുപാട് കിട്ടുന്നതുകൊണ്ടാണ്. ക്വാളിറ്റി ടൈം പലപ്പോഴും ഫാമിലിയിൽ മിസ്സാകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എപ്പോഴും കുട്ടീന്റെ അടുത്ത് നമ്മൾ എൻഷുർ ചെയ്യണം. ക്വാളിറ്റി ടൈം കിട്ടിയ ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ ബിഹേവിയേഴ്സ് പതിയെ കുറയും, കാരണം അവിടെ ഒരു സ്പേസ് ഉണ്ട് പാരന്റ്സിന്റെ അടുത്ത്. അതാണ് പറയുന്നത്. പിന്നെ ഇതില് നമുക്കൊരു റെസ്റ്റ് വേണം. അതായത് നമ്മൾ ഓൾമോസ്റ്റ് എക്സോസ്റ്റ് ആവും പാരന്റിങ് ചെയ്യുന്ന സമയത്ത്. ഒരു മടിയും വേണ്ട, ഒരു ഗിൽറ്റും വേണ്ട, നമുക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു ടൈമും നമുക്ക് കിട്ടണം. അത് പലപ്പോഴും ആസ് എ മദേഴ്സ് വീട്ടിലെ ഉമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് കിട്ടാറില്ല. പല എൻഗേജ്ഡ് ആയിരിക്കും അവര്. കുറച്ചൊരു ടൈം, അതായത് നമ്മുടേതായിട്ടുള്ള ഒരു ടൈം വേണം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു ഹാപ്പിനെസ് നമ്മൾ എപ്പോഴും കണ്ടെത്തണം. നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്നതായി നമ്മൾ ഹാപ്പിയായി നമ്മളൊരു നല്ലൊരു പാരന്റ് ആവാനുള്ള തുടക്കം കൂടിയാണ്. എപ്പോഴും പ്രശ്നം വരുമ്പോഴാണ് പ്രശ്നം. ഇടയ്ക്ക് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവണം. അത് ഏത് രീതിയിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ സെഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഞാൻ ചെറിയൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. The choices you make today are the seeds for your child's future. Your hands hold the power to shape and nurture their growth. അതായത് കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് അതിന്റെ വിത്ത് നമ്മുടെ ചോയ്സിലാണ്. നമ്മൾ ഇന്ന് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന വേയിലാണ് അവരുടെ ഫ്യൂച്ചർ ഉള്ളത്. അത് നമ്മുടെ കയ്യിലാണുള്ളത്. സോ ചൂസ് വൈസ്ലി. നമ്മൾ ദേഷ്യപ്പെടണോ, കുട്ടി ഇനി കളിക്കുമ്പോ ദേഷ്യപ്പെടണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കുട്ടിയെ പ്രൈസ് ചെയ്യണോ, അല്ലെങ്കിൽ ഏത് സ്റ്റൈലാ ഞാൻ വേണ്ടത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. എഗെയിൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല, കുട്ടിക്ക് ഇമോഷൻസ് കാണിക്കാനുള്ള കഴിവില്ല. കുട്ടി എന്തുകൊണ്ടാ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെക്കാൾ സൗണ്ടിൽ കുട്ടി സംസാരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണെന്നറിയോ? ജസ്റ്റ് നിങ്ങളൊന്ന് ഇമേജിൻ ചെയ്യും. നമ്മളെക്കാളും ഹൈറ്റും, അതായത് നമ്മള് പാരന്റ്സിനെക്കാളും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള വലിയൊരു മനുഷ്യൻ വന്ന് അളരുക, നമ്മൾ എന്താ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം പേടിക്കും. അപ്പൊ ആ ആളുടെ സൗണ്ടിനും ഹൈറ്റിനും വെയിറ്റിനും ഒക്കെ വെച്ചിട്ട് നമ്മളും ഓവറായിട്ട് അതിന്റെ അടുത്ത് അത്ര എത്തിയില്ലെങ്കിലും അത്രയെങ്കിലും കുറച്ചെങ്കിലും എത്തണ്ടേ. അപ്പൊ നമ്മൾ കൂടുതൽ എനർജി എടുത്ത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. ഇതേപോലാണ് കുട്ടിയുടെ ഹൈറ്റും നമ്മുടെ ഹൈറ്റും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ താഴ്ന്ന് അവരുടെ ഹൈറ്റിലോട്ടേക്ക് പോയിട്ട് ബോഡി ഗസ്റ്ററിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവരുടെ ഹൈറ്റിലോട്ടേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
അവരെടുത്ത് ഷോൾഡറിൽ കൈവച്ചിട്ടോ ഫേസിൽ കൈവച്ചിട്ടോ ഐ ടു ഐ, അതായത് നേരെ ഡയറക്റ്റ് നേരെ നിന്ന് സംസാരിക്കണം. അപ്പൊ കുട്ടികൾക്ക് എന്താ അല്ലെ, ആ ഒരു നമ്മളടുത്ത് തന്നെ ആ ഒരു രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് ഒരു പോസിറ്റിവിറ്റി വരും. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം. നമ്മുടെ സെഷൻസ്, അതായത് PPT കഴിഞ്ഞു, നമുക്ക് ഡിസ്കഷൻ വെക്കല്ലേ, കുറച്ച് മുന്നോട്ട് പോയി, 10 minutes ആയി. എന്നെ നിങ്ങൾ കാണുന്നില്ല? ഹലോ മാം. ഹലോ, എന്റെ മോൻ ഇപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളേ. എനിക്ക് 3 മക്കളാണുള്ളത്. ഹലോ ഹലോ മാം, എനിക്ക് ഒരു ഡൗട്ട് എന്ന് വെച്ചാല്, കേൾക്കുന്നില്ലേ? ഇപ്പം മക്കളുടെ അക്കാദമിക്കലി അവരുടെ ടേസ്റ്റ് നമ്മൾ ഏതൊരു സമയത്താണ് തിരിച്ചറിയേണ്ടത്? അതായത് ഇപ്പം പല പേരൻസും കുട്ടികളെ ഇന്നത് പഠിക്കണമെന്ന് ഫോഴ്സ് ചെയ്ത് അവർ മനസ്സോടെ അത് പഠിക്കുന്നുണ്ടല്ലോ. പിന്നീട് അവര് ചിലപ്പോൾ പകുതിക്ക് വെച്ച് പഠിത്തം ഉഴപ്പും, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്തിട്ട് എന്റെ റൂട്ട് ഇതല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളാകുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇപ്പൊ ഏതൊരു ക്ലാസ്സിൽ ഏകദേശം UP സെക്ഷൻ ആകുമ്പോഴാണോ ഹൈസ്കൂൾ സെക്ഷൻ ആകുമ്പോഴാണോ നമുക്ക് നമ്മുടെ മക്കളുടെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്? അപ്പൊ ഞാൻ എന്റെ മോനോട് ചോദിക്കും, അവൻ 3rd പഠിക്കുന്നത്. മോന് തേർഡിലായതേ ഉള്ളൂ. തേർഡിലാണ് മൂത്ത മോൻ പഠിക്കുന്നത്. തേർഡിലാണല്ലേ പഠിക്കുന്നത് കുട്ടി? ആക്ച്വലി നമുക്ക് ഞാൻ അവനോട് അവന്റെ ആഗ്രഹം യാതൊരുവിധ ഐഡിയ ഉണ്ടാവില്ല. പറഞ്ഞോളൂ. ഇല്ല. അപ്പൊ എന്നോട് ചോദിക്കും, അമ്മയ്ക്ക് എന്താ ഞാൻ എന്താവണ ഇഷ്ടം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയാം മോന്റെ ഇഷ്ടം. അപ്പൊ എന്നോട് ചോദിക്കും, അമ്മ ഞാൻ എങ്ങനെ തിരിച്ചറിയേണ്ടത്? ഞാൻ ബി.എഡ് പഠിച്ച ആളാണ്. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. ഒരു 10ലൊക്കെ എത്തുന്ന ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. നമുക്കത് പല ടെസ്റ്റുകളും നിങ്ങൾ ഗൂഗിൾ ചെയ്താല് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ലോങ് വേ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി വെച്ച് നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള വർക്ക്സ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് എന്താണെന്നൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് സിജി കേട്ടിട്ടുണ്ടോ? അവിടെ അവര് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാതെ റുഫ എഡ്യൂക്കേഷൻ, അല്ലാതെ നമുക്ക് ചെറുതിലെ നമ്മുടെ കുട്ടിയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അതിലേക്ക് നമുക്കൊരു അഡ്വാൻസ് ആയിട്ട് അവരെ വളർത്തിയെടുക്കാൻ, അവരുടെ ടേസ്റ്റിനോട് എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ അങ്ങനെയുള്ളൊരു ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല. കുട്ടി ചിലപ്പോ ഒക്കെ കാണുമ്പോ ഒക്കെ വേണമായിരിക്കും. TV-യില് ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് ഡോക്ടർ ആവണമായിരിക്കും അല്ലെ? ഇവൻ അഡൽട്ട് നമ്മൾ തന്നെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ കഥാപാത്രങ്ങളാവാൻ. അപ്പൊ കുട്ടികളുടെ കാര്യം നോക്കണ്ടല്ലോ. അപ്പൊ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ടൈം കുട്ടിക്കായില്ല. നമുക്ക് കുട്ടികൾ വളർന്നു വരുമ്പോൾ കൂടുതൽ മാർക്ക് വാങ്ങുന്ന സബ്ജക്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൺഫ്യൂഷൻ ഉള്ള സമയത്ത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 10th ആ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ഈ ഞാൻ പറഞ്ഞ ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് കേട്ടോ അതിനെ വിളിക്കാം. അത് വിളിക്കുമ്പോൾ അതിൽ കറക്റ്റ് നമുക്ക് ഡോക്ടറാണോ ചേരുക എന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിന് ചേർന്ന പണിയല്ലേ നമ്മൾ എടുക്കുള്ളൂ അല്ലെ? ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമേ സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാവും. ഇനി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും ചെയ്യാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയായിരിക്കും. അപ്പോ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവും, പലതും ആവും. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നമുക്ക് കരിയർ ബിൽഡപ്പ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് നിങ്ങൾ ഒരു 10ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്ത് ചെയ്താൽ മതി. ഹലോ മാം. മോന് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഹലോ മോന് 1ാം ക്ലാസ്സിലാ, ഫസ്റ്റ് സ്റ്റാൻഡേർഡാ പഠിക്കുന്നത്. അപ്പൊ ഇടക്ക് പറയും ഒരു 5 മിനിറ്റ് ഫോണ് തരുമോ കളിക്കാനാന്ന് പറയും. അപ്പൊ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കൊടുത്തിട്ടില്ല പറയും, അന്ന് 5 മിനിറ്റ് തന്നിരുന്നല്ലോ, ഒപ്പം തരുന്നില്ല, എന്നോട് ഇഷ്ടമില്ലായിട്ടാണ്. അങ്ങനത്തെ ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മള് ചെയ്യുന്നത് കുട്ടികൾ പഠിച്ചവിടെ വെക്കും. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് പഠിച്ചു വെക്കും. കുട്ടി എത്രാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ? നമുക്ക് ഫോണ് ഒരു 5 മിനിറ്റ്സ് പ്രോപ്പർ ആയിട്ട് ബൗണ്ടറി ഉണ്ടെങ്കിൽ നമുക്ക് ഫോണ് കൊടുക്കുന്നതിൽ പ്രശ്നമല്ല. ഇപ്പൊ ഒരു 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ ആണെങ്കിൽ അത് അത്ര എഫക്ട് ചെയ്യൂല. സ്ക്രീൻ ടൈം കൂടുമ്പോൾ എഫക്ട് ചെയ്യും. പക്ഷെ നമ്മൾ കറക്റ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആയിരിക്കണം. അതിനൊരു ടെക്നിക്ക് ഉണ്ട്. 10 മിനിറ്റ് ആവുന്നതിന്റെ ഒരു 8 മിനിറ്റ് ഒക്കെ ആവുമ്പോ 10 മിനിറ്റ് ആവാറായേ
എന്ന് നമ്മൾ മുമ്പേ പറയണം. അപ്പൊ കുട്ടിക്ക് ഓൾറെഡി അത് ബ്രെയിനിൽ പ്രോഗ്രസ് ആവും. അപ്പൊ 5-10 മിനിറ്റ് നമുക്ക് അതിൽ കൂടരുത്. അതിൽ കൊടുക്കുന്ന കുഴപ്പമില്ല, പക്ഷെ അതിൽ കൂടരുത്. നമ്മൾ ബൗണ്ടറി പ്രോപ്പർ ആയിരിക്കണം. കുട്ടിക്ക് മനസ്സിലാവണം അമ്മ അല്ലെങ്കിൽ ഉമ്മ 10 മിനിറ്റേ തരൂ എന്നല്ല, 10 മിനിറ്റ് മാത്രമേ തരുള്ളൂ എന്ന് കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ബൗണ്ടറി വെച്ചിട്ടാണ് അത് പഠിപ്പിച്ചു കൊടുക്കുക. ഹലോ മാം, ഞാൻ ഷെഫ്ന. ഹലോ. അപ്പൊ എന്റെ മോള് LKG-യിലാണ് പഠിക്കണത്. ആള് നല്ല ഉഷാറാണ്, നല്ല ആക്റ്റീവാണ്, എല്ലാത്തിനും നല്ല മിടുക്കിയാണ്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. കുട്ടിക്ക് ഉറങ്ങുന്ന ടൈം, നീക്കണ, ഫുഡ് കഴിക്കാന്, പഠിക്കാന് ഒക്കെ ഞാനൊരു ടൈം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല് നല്ല വാശിയും കുറുമ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അടിക്കുക. അപ്പൊ ഞാന് ഇപ്പൊ റൂമിൽ അധികം അടിക്കാൻ കയ്യിൽ കിട്ടുക ആങ്കറാണ്. അപ്പൊ ഞാൻ എന്ത് കാട്ടും, പറഞ്ഞത് കേട്ടില്ല, നമ്മള് നിസ്കാരം കഴിഞ്ഞിട്ടാ പഠിക്കാൻ വിളിക്കലും, പിന്നെ അത് കഴിഞ്ഞിട്ടാ ഫുഡ് കഴിക്കലും, അങ്ങനെയൊക്കെയാണ്. അപ്പോ പഠിക്കുന്ന ടൈം ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ ആള് മറ്റേ റൂമിൽ ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് കൂടെ എല്ലാരും കൂടി ഉണ്ടാവുമ്പോള് ഓരോരോ ഇതിൽ പോയി പെടും. അപ്പൊ പഠിക്കുന്ന ടൈം അങ്ങനെ പോവല്ലേ. അപ്പൊ ഞാൻ ചെയ്യും, ആങ്കർ എടുത്താണ്ട് ഞാൻ പറയും, ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോത്തിന് ഇവിടെ എത്തണം, റൂമിൽ ഇവിടെ എത്തണം. അപ്പൊ എന്ത് കാര്യത്തിന് ഞാന് ഓളെ പറഞ്ഞത് നമുക്ക് പറഞ്ഞു കൊടുത്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോ 1, 2, 3 ആങ്കർ എടുത്തു, 1, 2, 3 എന്ന് പറയുമ്പോത്തിന് അപ്പൊ ആളിവിടെ എത്തും, പഠിക്കും, പുസ്തകം എടുക്കും, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ഒരു വാശി ഉണ്ടാവും, ഞാൻ കുറച്ചു നേരം അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ തരാം, ഇതൊക്കെ കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞിട്ട് നിർത്തുമ്പോ ആള് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ അത് എല്ലാ കാര്യത്തിലും നമ്മൾ വിളിച്ചു കൊടുത്തും പറഞ്ഞു കൊടുത്തു, അതേമാതിരി ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് ടൈം കളിച്ചാലൊക്കെ ഞാൻ ഇതാണ് ചെയ്യല്. ഇതങ്ങനെ ചെയ്യുമ്പോ അപ്പൊ ആള് വരും, കേക്കൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ നല്ലതാണോ, അതോ ഇത്രക്ക് ഇങ്ങനെ കാട്ടണത് നമ്മൾ സ്ട്രിക്റ്റ് കാട്ടണോ, ഇങ്ങനെ എന്താന്ന് എനിക്ക് ശരിക്കും ഇന്റത് എനിക്ക് അറിയില്ല. പക്ഷെ കാര്യങ്ങൾ ഞാൻ നടക്കും ചെയ്യും. കിട്ടണു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണോ ഉള്ളത് നിങ്ങൾ? അതെന്താ ഇതിങ്ങനെ ചെയ്യാൻ പറ്റോ ഇല്ലേ, അതോ എനിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുട്ടിന്റെ കാര്യം നടക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ മൈൻഡ് ഇത് ഞാൻ ഇന്നെ പേടിച്ചിട്ടാണോ, എങ്ങനെയാണ് നിങ്ങൾ കുട്ടീന്റെ അടുത്ത് വാമത്ത് കാണിക്കുന്നതിൽ നിങ്ങൾ എങ്ങനെയാണ്? അതായത് കുട്ടിയുടെ അടുത്ത് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടോ? ആ ഒരു ടൈം അല്ലാതെ മറ്റു ടൈം നിങ്ങൾ കുട്ടീന്റെ അടുത്ത് എങ്ങനെയാണ്? ഞങ്ങള് നല്ല ക്ലോസ് ആണ്. എല്ലാ കാര്യവും പറയും, സ്കൂളത്തെ കാര്യവും ഓളെ കാര്യം, ഞാൻ ഇന്റെ കാര്യങ്ങൾ, ഞങ്ങള് നല്ല ഇതിൽ തന്നെയാണ്. പക്ഷെ ഞാൻ എനിക്കൊരു ഇതുണ്ടല്ലോ, അതായത് എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് ഇന്ന ടൈമിൽ ഇന്നത്, ഉച്ചന്റെ ടൈം ആണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഉറങ്ങണം, സ്കൂളിലത്തെ ദിവസമാണെങ്കിൽ. അല്ലെങ്കിൽ പഠിക്കേണ്ട ടൈമിൽ മഗ്‌രിബിക്ക് ശേഷം പഠിക്കണം, ഫുഡ് കഴിക്കണം, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. അപ്പൊ അതിനൊക്കെ നമ്മൾ വിളിക്കും, ചോദിക്കും, പറയും ചെയ്യുമ്പോൾ വല്ലാണ്ട് ഫുഡൊന്നും കഴിക്കാത്ത ഒരാളാണ്. അപ്പൊ നമ്മൾ എല്ലാത്തിനും കുറച്ചൊക്കെ ഒരു ഇത് വെക്കുവേ. അപ്പോ പിന്നെ എല്ലാരും പാടുള്ള ഫാമിലി ആകുമ്പോ എല്ലാ ഇതിലും ഓള് ഇടപെടുമല്ലോ. അപ്പൊ നമുക്ക് ആ സമയത്തിന് എല്ലാം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണതാണ്. അത് ശരിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതേമാതിരി മാത്രമാണെങ്കിൽ അത് പ്രശ്നമാണ്. പിന്നെ ഈ പണിഷ്മെന്റ് ഇല്ലേ, അത് കുട്ടി ലേൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടിക്ക് അറിയാം എനിക്ക് എന്തോ ഒരു പ്രശ്നം കിട്ടും, അല്ലെങ്കിൽ എന്നെ ഉമ്മ അടിക്കും എന്ന് കുട്ടിക്ക് അറിയാം. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആങ്കർ എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, അപ്പൊ ഞാൻ തല്ലൊന്നുമില്ല, വെറുതെ ഒന്ന് പേടിപ്പിക്കും, ഞാൻ അത് എടുക്കണുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വെറുതെ എണ്ണു 1, 2, 3 എന്ന് പറയുമ്പോ തന്നെ ആള് ഇവിടെ എത്തും. അങ്ങനെയാണ്. അപ്പൊ അപ്പൊ ഒരാഴ്ച എനിക്ക് പനിയായിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി നിക്കട്ടെ പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല, ഉമ്മ പെയ്ക്കോ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഐറ്റങ്ങളായിട്ട് കളിക്കുമ്പോൾ ഞാൻ ഒരുപാട് കളിച്ചാൽ ഞാൻ മാന്ത് കിട്ടും പറഞ്ഞാണ്ട് അതിനൊക്കെ ഞാൻ എതിര് നിൽക്കുവേ, അതിനൊന്നും അയക്കൂല. അപ്പൊ ഞാനില്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും പുറത്തു കൂടെ നടക്കലും മണ്ണ് കളിക്കലും എല്ലാതും കുറച്ചൊക്കെ നടക്കും. കുറച്ചൊരു അയഞ്ഞു കിട്ടുമല്ലോ, ഇപ്പൊ ഇമ്മമ്മ ആകുമ്പോ ഒന്നും അയച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു, ഉമ്മ പെയ്ക്കോ, അത് കുഴപ്പമില്ല, സാരമില്ല, ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ വീട്ടിൽ ചെന്നിട്ട് വിളിക്കുമ്പോഴൊന്നും അവൾക്ക് ഉമ്മ വരണമെന്നില്ല, 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, വരണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ പറയാ. അപ്പൊ എനിക്കൊരു ജാതിയായി, കാരണം ഞാൻ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഹാപ്പി, ഏറ്റവും കൂടുതൽ ഇതെന്ന് തോന്നി. പക്ഷെ അതിന്റെ ഇടയില് ഇപ്പൊ മിഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാന് അവിടുന്ന് വേഗം വന്നപ്പോ എന്നോട് പറയണേ, ഞാൻ വിചാരിച്ചു ഇനി എക്സാം ആയതുകൊണ്ട് ഇനി ഇമ്മ എക്സാമിന് എത്തില്ലേ,
എക്സാമിന് ഉണ്ടാവൂലേ, പഠിപ്പിക്കാൻ ഉണ്ടാവൂലേ എന്ന് ഞാൻ പേടിച്ചു. പക്ഷെ വന്നതുകൊണ്ട് എനിക്കിപ്പോ സന്തോഷായി. കാരണം പഠിക്കും വേണം, എഴുതും, അങ്ങനെയൊക്കെ വേണം ആൾക്ക്. അതിനൊക്കെ ഞാൻ വേണം. പക്ഷെ ഈ കുറച്ച് വല്ലാണ്ട് അയച്ചു വിടാത്തോണ്ട് എനിക്ക് പിന്നെ അപ്പൊ വേണമെന്നില്ല. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ട ബിഹേവിയേഴ്സും കാര്യങ്ങളും കുറച്ച് റൂൾസേ നമുക്ക് വെക്കാൻ പാടുള്ളൂ. ഇത് ഇപ്പം കിടക്കുന്നതിന്, ഫുഡ് കഴിക്കുന്നതിനൊക്കെ റൂൾസ് വെക്കുമ്പോൾ അത് ആദ്യം പറഞ്ഞ ഒരു അതോറിറ്റേറിയൻ സ്റ്റൈലിലോട്ടേക്ക് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഉമ്മ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ, അതായത് ഒരു റൂൾസ് നമ്മൾ വെക്കുമ്പോൾ ഒരു മീഡിയത്തിലെ റൂൾസ് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഫുഡ് കഴിക്കുന്നതിന് നമുക്ക് ഫുഡൊക്കെ കറക്റ്റ് കുട്ടിക്ക് കൊടുക്കാം. പക്ഷെ അത് റൂൾസ് ആയിട്ട് കുട്ടിയുടെ അടുത്ത് പറയണമെന്നില്ല. ഇപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കും. ഇത്ര സമയത്ത് കറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കണം, ഇത്ര സമയത്ത് നമ്മൾ ഉറങ്ങണം എന്ന് നമ്മളടുത്ത് ഒരാൾ പറയുമ്പോ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഞാൻ വിചാരിക്കും കുട്ടികൾക്ക് നല്ലതിനല്ലേ, ഓലൊരു ചിട്ടയില് ഒരു പോട്ടെ, അപ്പൊ അതിനനുസരിച്ചല്ലേ പോവുള്ളൂ. നമ്മളൊരു ചിട്ട വെക്കണ്ടേ വെച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ 1 2 3 എണ്ണണതും ആങ്കർ കൈ പിടിക്കും. പക്ഷെ തല്ലൂല കേട്ടോ, ഇപ്പൊ തല്ലലില്ല, തല്ലേണ്ട ആവശ്യം വരലില്ല. പക്ഷെ തോന്നുന്നു കുട്ടിയുടെ റിയാക്ഷൻ വെച്ച് കുട്ടിക്ക് അതൊരു നെഗറ്റീവിലാണ് അത് ഇൻഫ്ലുവൻസ് ആകുന്നത്. ഒന്ന് കുറച്ച് സ്ട്രിക്റ്റിലാണ് കുട്ടിയുടെ ഡേ ഫുള്ള് പോകുന്നത്, ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂളിലാണ് പോകുന്നത്. അപ്പൊ അത് ഹെൽത്തി അല്ല. അതായത് നമുക്ക് കറക്റ്റ് ടൈമിൽ കുട്ടിക്ക് ഫുഡ് കൊടുക്കാം, പക്ഷെ അതൊരു റൂളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ കറക്റ്റ് കുട്ടിക്ക് കൊടുക്കാം, അത് സ്നേഹപ്രകടനം വെച്ച് അങ്ങനെ കൊടുക്കാം കുട്ടിക്ക്. അല്ലാതെ ഇതൊരു റൂളായിട്ടല്ലേ. നമ്മളെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അഡൽട്ട് ഇപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, പക്ഷെ അതൊരു റൂളാക്കിയല്ല നമുക്ക് പ്രശ്നം അല്ലേ? ഒരാളൊരു റൂൾ വെക്കുമ്പോൾ നമുക്കത് പ്രശ്നമാണ്. അപ്പൊ അതൊരു റൂളായിട്ട് ആവശ്യമുള്ള ചില കാര്യത്തിന് മാത്രം റൂള് വെച്ചാൽ മതി. ഫുഡ് കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും നമ്മൾ അതൊരു റൂളായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഹലോ, എന്റെ മോൻ 5th പഠിക്കണത്. മോന്റെ ഇഷ്യൂ ഹലോ ഹലോ പറഞ്ഞോളൂ. മോന് 5th പഠിക്കണത്. CBSE സ്കൂളാണ്. 4th സ്റ്റാൻഡേർഡ് വരേക്കും മാത്സ് നല്ല ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പൊ 5th ആയപ്പോ മാത്സില് മാർക്കും കുറവായി വരുന്നുണ്ട്. പക്ഷെ ആൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. എക്സാം ഇപ്പൊ കഴിഞ്ഞ് ഇപ്പൊ മാർക്ക് ലിസ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ പോയപ്പോ മാത്സില് മാർക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞതിലും മാർക്ക് കുറവായിരുന്നു. ഇപ്പോൾ 2ാം തവണയും കഴിഞ്ഞതിലും മാർക്ക് കുറവായിരുന്നു. അപ്പൊ ഫസ്റ്റ് കുറവുള്ളത് പണ്ടത്തെ കമ്പാരിറ്റീവ്ലി എത്ര മാർക്ക് ഡിഫറൻസ് ഉണ്ട്? ആദ്യത്തിൽ നല്ല മാർക്ക് ഡിഫറൻസ് ഉണ്ട്. മാത്സില് മാത്രമാണോ കുറവ് വരുന്നത്? മാത്സില് ഹിന്ദി പിന്നെ പൊതുവെ അവനക്ക് അധികം അറിയാത്തതുകൊണ്ടാണെന്നുള്ളത് അറിയാം, എനിക്കറിയാം. മറ്റു സബ്ജക്റ്റിലൊന്നും കുഴപ്പമില്ല, അവന് പഠിക്കുന്നതിനനുസരിച്ചുള്ള മാർക്ക് അവനക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോ എങ്ങനെ ഇപ്പൊ ഉള്ള ടീച്ചർ എങ്ങനെയാണ് മാത്സിന്റെ? അതിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഞാന് ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോ ആദ്യം 5th ആയപ്പോ തന്നെ ഒരു 1 month കഴിഞ്ഞപ്പോ ഇങ്ങനെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്ന് മാത്സ് പഠിക്കണതിനോടൊരു താല്പര്യക്കുറവ് ഇങ്ങനെ വന്നപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചറിഞ്ഞു, എന്താ നിന്റെ പ്രശ്നം, എന്താണ് എങ്ങനെ ആയത്? ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേരന്റും അല്ല, എന്നാ സ്ട്രിക്റ്റ് അല്ലായും ഇല്ല, അങ്ങനത്തെ ഒരാളായിട്ടാണ്. കുട്ടികളോട് കൂടെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവരുടെ കൂടെ കളിക്കും, അവരെല്ലാ കാര്യത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യും. വേണ്ടാത്തത് കണ്ട അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യും. പിന്നെ അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത് ചോദിച്ചു, എന്താ മോന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞ ഇപ്പോഴത്തെ മിസ്സിനെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ആ മിസ്സിനെ ഇഷ്ടമല്ല. അപ്പൊ എന്തുകൊണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞ് ചെറിയൊരു തെറ്റ് വന്നാൽ പോലും അതിന് ഓവറായിട്ട് റിയാക്ട് ചെയ്യുക, ഭയങ്കര ദേഷ്യമാണ് മിസ്സിനെ. അപ്പൊ ഞാൻ ചോദിച്ചു മറ്റേ ടീച്ചേഴ്സോ ചോദിച്ചു. മറ്റ് ടീച്ചേഴ്സ് സ്ട്രോങ് ഒക്കെ തന്നെയാണ്, എന്നാലും അവര് ചിരിക്കും, നമ്മളായിട്ട് ആ ക്ലാസ് കഴിഞ്ഞാലും അവര് നമ്മളായിട്ട് നല്ല ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. എല്ലാവരും ഒരുപോലെ രീതിയിലുള്ള ഒരു മോനാണ്. എല്ലാവരും കണ്ടാലും വിഷയം എല്ലാ ടീച്ചേഴ്സിനായിട്ട് അത് പൊതുവെ നമ്മൾ അയൽവാസികളായാലും അവന്റെ സിബ്ലിങ്സിനോടൊക്കെ അങ്ങനെ ഒരു കൂട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ടീച്ചറെ എനിക്ക് തീരെ പിടിക്കണില്ല. അങ്ങനെ ടീച്ചർ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോ മോനെ നിർത്തിക്കൊണ്ട് തന്നെ മോന്റെ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം.
അപ്പൊ ഞാൻ ചോദിച്ചു നീ മാത്രാണോ ഇങ്ങനെ നിങ്ങൾ ക്ലാസ്സിലുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ഇങ്ങനെ ടീച്ചറുമായിട്ട്? ടീച്ചറോട് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അവൻ തീരെ ശ്രദ്ധയില്ല, തീരെ പഠിക്കൂല, അങ്ങനത്തെ ഒരു കുട്ടിയാണ് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പം മാർക്ക് ലിസ്റ്റ് വന്നപ്പോ ഞാൻ ചോദിച്ചു ഈ മോൻക്ക് മാത്രാണോ മാർക്ക് കുറവുള്ളത് എന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞ അതേ. പിന്നെ മാർക്ക് ലിസ്റ്റ് നോക്കിയപ്പോ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ ഇവനേക്കാളും മാർക്ക് കുറവുള്ള കുട്ടികളും ക്ലാസ്സിലുണ്ട്. ടീച്ചർ പിന്നെ ഞാനിത് വേറെ ടീച്ചറായിട്ട് സംസാരിച്ചപ്പോ ടീച്ചർ പറഞ്ഞ് ടീച്ചറ് ക്ലാസ് ഓക്കെ, പക്ഷെ കുട്ടികളോട് ഒരു സ്നേഹത്തോടെ ഒരു ലാളനയിലുള്ളൊരു പഠിപ്പിക്കല് പൊതുവേ ഇല്ല, അതാണ് ടീച്ചറെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഈ ടീച്ചറായിട്ട് സംസാരിച്ച് ഇവനക്ക് വേണ്ടത് കെയറിങ് ആണ്. അവന് സോപ്പിട്ട് കാര്യങ്ങൾ പറഞ്ഞാല് അവന് മോനെ നീ നല്ലതാണ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താല് അവന് ബെറ്റർ ആവും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അങ്ങനെയാണ് അവന്റെ അടുത്ത് ചെയ്യല്. അപ്പൊ ഈ ടീച്ചർ അതിനൊന്നും തയ്യാറല്ല. ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കണ്ടാൽ തന്നെ ഒരു പേരന്റ് ചെന്നാലും ടീച്ചർ ചിരിക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ എന്റെ ഒരു ടെൻഷൻ എന്താന്ന് വെച്ചാല് ഇത് എന്റെ മോനിത് ഭയങ്കരമായിട്ട് ബാധിക്കോ, ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിലോട്ട് പോയാലും ഈ ടീച്ചർ തന്നെ ആവുമ്പോ ഇതേ പ്രശ്നം തുടർന്നുകൊണ്ട് പോകും. എനിക്ക് ആ സ്കൂളിൽ പഠിക്കണ്ട, സ്കൂള് മാറണം, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നിക്കുന്നത്. എത്രാം ക്ലാസ്സിലുള്ള കുട്ടിയായിരുന്നു? 5th-ലാണ്. ഫിഫ്ത്തിലുള്ള നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു ടീച്ചറോട് നിങ്ങൾ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിച്ചോ നിങ്ങള്? അതാണ് വലിയ വിഷയം. ക്ലാസ് ടീച്ചറും ഈ ടീച്ചർ തന്നെയാണ്. ഫസ്റ്റ് സബ്ജക്റ്റേ മാത്സ് ആണ്. ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മോൻക്ക് ഈ നെഗറ്റീവ് കേട്ട് മോൻക്ക് ഇപ്പൊ മറ്റുള്ള വിഷയത്തിനോടൊക്കെ ഒരു വെറുപ്പ് പോലെ ആയിട്ടുള്ളൊരു ഇതിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്ത ഞാൻ വേറെ ടീച്ചേഴ്സിനോടും ചോദിച്ച്, പിന്നെ വേറെ കുട്ടികളായിട്ട് സംസാരിച്ച്, കുട്ടികളെ പേരന്റിനായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞ് ടീച്ചർ സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ടീച്ചർ കംപ്ലൈന്റ് പറയാൻ കുട്ടികൾക്കും പേടി, പാരന്റിനും പേടി. കാരണം വീണ്ടും ഇതേപോലെ ഇനി നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളോട് അത് വെച്ചിട്ടൊരു ഇതുണ്ടാവില്ല, ഒരു പെരുമാറ്റം പേടിച്ചിട്ട് പാരന്റ് അത് പറയുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എക്സാം കഴിഞ്ഞ് പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ ടീച്ചറായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് മോനെ എടുത്ത് നിർത്തിയിട്ട് തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുട്ടീനെ ആകെ ഒരു ഇതാക്കി പോയി. അപ്പൊ ഞാൻ പ്രിൻസിപ്പളായിട്ട് കംപ്ലൈന്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അറബി ടീച്ചറായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചർ തന്നെ അത് നിങ്ങൾ സംസാരിച്ചതും ടീച്ചർ സംസാരിച്ചതും ഡിഫറെന്റ് ആയിട്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചപ്പോ പിന്നെ മോൻ പറഞ്ഞു എന്റെ ക്ലാസ് ടീച്ചർ അല്ലമ്മ, നമുക്ക് ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യണ്ട, അത് വിട്ടേക്ക്. അങ്ങനെ ഈ അറബി ടീച്ചറായിട്ട് സംസാരിച്ചിരിക്കണം ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. പിന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോ മോനിട്ടിട്ട് കളിയാക്കി പോയി, എന്തേടോ നിങ്ങൾ കംപ്ലൈന്റ് എഴുതിയില്ലേ, എന്താ ചെയ്യാത്തത് എന്നറിയാണ്ട് അവനായിട്ട് സംസാരിച്ച്. അപ്പൊ എനിക്കിപ്പോ എന്താ ചെയ്യണ്ടെന്ന് ഒരു ഇത് കിട്ടുന്നില്ല. കാരണം മാത്സിൽ വീക്കായി വരികയാണ്. എത്ര നമ്മള് എക്സാമിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, 2 കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഒന്ന്, കുട്ടിക്ക് ആസ് എ പാരന്റ് നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുക, നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മാത്സ് പഠിക്കാൻ വീട്ടിൽ നിന്നുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ളത്, അപ്രിഷിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. പിന്നെ 2ാമത്തെ കാര്യം, നമുക്കിത് ടീച്ചേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പ്രിൻസിപ്പൾ ഉണ്ടെങ്കിൽ പ്രിൻസിപ്പളിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിലേതാ വർക്കാന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. പിന്നെ ടീച്ചർ പറയും ആള് ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന്. അതൊരു പ്രശ്നമാണോ? ഒരു ഹൈപ്പർ ആക്റ്റീവ് പക്ഷെ എനിക്ക് ഒരു നോർമൽ ആക്റ്റീവാണ് ആള്, എല്ലാ കാര്യത്തിനും ആക്റ്റീവാണ്. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള മറ്റുള്ള കുട്ടികളെ പോയി എന്തെങ്കിലും ഉപദ്രവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആൾക്ക് ആളുടേതായ രീതിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കണം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആ ടീച്ചറുടെ അടുത്ത് മാത്രമല്ല, മറ്റു ക്ലാസ്സിലെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ വീട്ടിലും സ്കൂളിലും എല്ലാവരുടെയും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഒരു ചൂസി ആയിട്ട് അവര് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കില്ല, എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മറ്റു ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്ക്, കുട്ടി എങ്ങനെയാ ക്ലാസ്സിൽ എന്നുള്ളത്. ചിലപ്പോ ഈ ടീച്ചറെ ക്ലാസ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് സംസാരിക്കുന്നതും അല്ല, മറ്റു ടീച്ചേഴ്സായിട്ട് ഞാൻ സംസാരിച്ചേ
എങ്ങനെ വേറെ മലയാളം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ആൾക്ക്. ഇംഗ്ലീഷിനേക്കാൾ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒക്കെ നല്ലോണം അറിയാം. പക്ഷെ മലയാളത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ആ ബുദ്ധിമുട്ടുള്ള വിഷയം എനിക്ക് മലയാളം ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ടീച്ചറായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ ടീച്ചർ പറഞ്ഞു ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല, എഴുതാൻ കുറച്ചൊരു സ്ലോ ആണ് ആള് എന്ന് പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ എക്സാം വരുമ്പോ അക്ഷരത്തെറ്റ് വരുമ്പോ മാർക്ക് കുറയണതാണ്, അല്ലാതെ അവന്റെ ഉത്തരങ്ങൾ അറിയായോ കാര്യങ്ങളോ ഒന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനിയിപ്പോ ഈ അക്ഷരത്തെറ്റ് ഇങ്ങനെ മാറി കിട്ടാൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഡെയിലി വായിപ്പിക്കുക എഴുതിക്കുക, അതല്ലാതെ ഇപ്പൊ അവനക്ക് വേറെ ഒന്നും ഒരു കുട്ടിക്ക് എങ്ങനെ മലയാളമാണോ അക്ഷരത്തെറ്റുള്ളത്? ആ അക്ഷരത്തെറ്റ് മലയാളമാണ്. മലയാളം നന്നായിട്ട് തെറ്റുന്നുണ്ടോ? ആ നന്നായിട്ട് തെറ്റുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. കുട്ടിയുള്ളത് ഫിഫ്തില്. ഇംഗ്ലീഷ് കുഴപ്പമില്ല. ഇല്ല ഇംഗ്ലീഷ് കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ എഴുതും സംസാരിക്കുക അങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ കുറച്ച് അതായത് വീട്ടിൽ നിന്ന് മാക്സിമം എഴുതിക്കുക, ലെറ്റേഴ്സ് ഒക്കെ നോക്കി എഴുതും. അക്ഷരം തെറ്റുന്നുണ്ടോ? ഇല്ല നോക്കി എഴുതുമ്പോ തെറ്റുന്നില്ല. അല്ലാതെ തെറ്റാണെങ്കിൽ എക്സാമിന് ഇപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോ എഴുതിപ്പിച്ചാൽ മതി, മൊത്തത്തിൽ എഴുതിപ്പിച്ചാൽ മതി, എഴുതി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി, റെഡി ആവും. ഹലോ, ഡൗട്ട് ചോദിച്ചോക്കട്ടെ. ഹലോ ഹലോ പറഞ്ഞോളൂ റഫ്ന. മാം, പിന്നല്ലേ മോനെ ഇപ്പൊ നമ്മൾ പകുതി മാർക്ക് വാങ്ങിയാൽ ഇപ്പോ ഒരു 30-ല് 15 മാർക്ക് അല്ലെങ്കിൽ അതിലും കുറവൊക്കെ വാങ്ങി നമ്മൾ പറയും ആ കുഴപ്പമില്ല ഇത് മതി എന്നൊക്കെ പറയുമ്പോ അവര് അതിൽ തന്നെ ആയി പോവും, അതിൽ കൂടുതൽ വാങ്ങാൻ ശ്രമിക്കുക, അങ്ങനത്തെ ഒരു ഡൗട്ട്. അത് ഇത്ര മതി എന്നങ്ങനെയല്ല, നമ്മൾ അവരെ ബ്ലെയിം ചെയ്യരുത്, ചീത്ത വിളിക്കരുത്. അതേസമയം നെക്സ്റ്റ് കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു മോട്ടറാക്കി വിടണം. ഇപ്പോ നമ്മള് ഇത് എന്താ പറ്റിയേ, നമ്മള് കുട്ടികളോട് ചോദിക്കൂലേ, പിന്നെ നന്നായിട്ട് പഠിക്കുന്ന ആളാന്നല്ലോ, എന്താ പറ്റിയേ, അടുത്തതിന് പിടിക്കാം, അല്ലെങ്കിൽ അടുത്തതിന് നമുക്ക് സെറ്റാക്കാം. നമ്മൾ ഇട്ട് കഴിയുമ്പോ പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പഠിച്ചു തുടങ്ങിക്കോളൂ. അല്ലാതെ ഇത്ര മതി എന്ന് പറഞ്ഞു കഴിയുമ്പോ കുട്ടി ഉഴപ്പി പോവാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഒരു ഡൗട്ട്. അങ്ങനെയാണ്, എങ്ങനെ നമ്മളത് ചെയ്യേണ്ടതെന്നൊരു, നമ്മള് കുറച്ചുകൂടെ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കുട്ടിക്ക് അറിയണം, പക്ഷെ അത് ഫോഴ്സ്ഫുള്ളി ആവരുത്. അല്ല മാർക്ക് വാങ്ങുന്നുണ്ട് ഇപ്പൊ എല്ലാത്തിനും, വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിലും ആൻസർ പേപ്പറിൽ എല്ലാത്തിനും മാർക്ക് വാങ്ങുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പഠിക്കാൻ ഒരു മടി, അല്ലെങ്കിൽ എന്താ പറയാ വയ്യ, സുഖമില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും, അന്നേരം ഒരു കരച്ചില് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ സ്കൂളെത്തി എക്സാം എഴുതിയാല് ഫുൾ മാർക്ക് ആയിരിക്കും. മൊത്തത്തിൽ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. വേറെ ഇങ്ങനെ കുറച്ച് വാശിയുണ്ട്, അത് ഞങ്ങളോടില്ല, പുറത്താരെങ്കിലും എന്താ പറയുമ്പോ ആരോ നോക്കൊന്നുമില്ല, ഭയങ്കര വാശിയാ. അപ്പൊ എല്ലാരും പറയും വളർത്തു ദോഷാണ്. അങ്ങനത്തെ എന്നോട് വെച്ചാൽ ഭയങ്കര സ്നേഹാണ്. ഹലോ, പറഞ്ഞോളൂ. എന്റെ മോന് 1ാം ക്ലാസ് പഠിക്കുക. അവനെന്താ വെച്ചാല് പഠിക്കാനൊക്കെ മോശമില്ല, ഇങ്ങനെ പഠിപ്പിക്കുമ്പോ പഠിക്കും. അങ്ങനെ കുരുത്തക്കേടൊക്കെ ഉണ്ട്, അത് കുട്ടികളെ സാധാരണല്ലേ. പിന്നെ അവന് ഈ സ്പീച്ചൊക്കെ ഉണ്ടാല് ഒന്ന് പ്രസന്റ് ചെയ്യാൻ ഭയങ്കര പേടിയാ. ഞാൻ പറയും ഞാൻ ഒന്നും പറയില്ല. അതെ, സ്റ്റേജ് ഫിയർ ഉണ്ട്. എന്താണ് ഇന്ന് എന്തെങ്കിലും പറയാനുണ്ടാവോ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. ഇങ്ങനെ കുട്ടിക്ക് പേടിയാണെന്നുള്ളല്ലേ സ്റ്റേജ് ഫിയർ. അതെ, ഒരു സ്പീച്ചിൽ എനിക്ക് ടീച്ചർ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞുതരാം മോനെ, അങ്ങനെ പോയി പറഞ്ഞാ മതി. പക്ഷെ ഞാൻ പറയില്ല, ഞാനും മുമ്പിൽ നിൽക്കില്ല, പറയില്ല എന്നൊക്കെ പറയും. കുട്ടീനെ ആദ്യം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു നോക്ക്. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുക, ബൂസ്റ്റ് ചെയ്യിക്കാം. ബാക്കിയൊക്കെ ഇപ്പൊ ഫാൻസി ഡ്രസ് അങ്ങനെയാണെങ്കിലൊക്കെ ചെയ്തു പോവും. കുട്ടി എന്തായാലും വീട്ടിൽ നിന്ന് പറഞ്ഞു തരുമല്ലോ, അപ്പൊ നന്നായിട്ടുണ്ട് അങ്ങനെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുക. പിന്നെ നന്നായിട്ട് തെറ്റിപ്പോയാല് അത് നോർമലാണ്, തെറ്റിപ്പോകുന്നത് അതൊരു പ്രശ്നമല്ല, എല്ലാവരുടെ അടുത്തും തെറ്റിപ്പോവും. ഇപ്പൊ
എങ്ങനെയൊക്കെ എത്രയൊക്കെ പ്രസംഗിക്കുന്ന ആളാണെങ്കിലും ഒരു ചെറിയൊരു സ്റ്റേജ് ഫിയർ എല്ലാവരിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കുട്ടിയെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് താങ്ക് യു. നമുക്ക് ഓൾറെഡി ഇത് 36 ആയി. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ സെഷൻ? ഞാൻ പറയാൻ വരുന്നു, കാരണം എനിക്കൊരു അവസരം ഇവിടെ ആരും തരുന്നില്ല. കുറേ ടൈമായി ഞാനത് ഓക്കെ ഓരോരുത്തരുടെ ഡൗട്ട് ഓക്കെ ആവും അങ്ങനെയല്ല കേട്ടോ. കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു മാമിന്റെ ക്ലാസ്. ഓക്കെ, നമുക്ക് എന്തായാലും മൈൻഡ് വൈപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ബാക്കി സെഷൻസ് ഇൻഷാല്ല മാമിനെ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കാം. നമ്മൾ എന്തായാലും പാരന്റ്സിനെ കണക്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് നിർത്താം അല്ലെ? മാം എന്തെങ്കിലും ഇൻസ്റ്റഗ്രാം ഐഡിയോ നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന്, എന്തെങ്കിലും ഒരു ഇതേപോലത്തെ ഒരു ആവശ്യം വരുമ്പോ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനൊക്കെ? അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യില്ലേ? എന്റെ പേഴ്സണലി ആണോ ചോദിക്കുന്നത്? നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ? അല്ല മാം, അങ്ങനെ ചെയ്യാം. എന്തായാലും നമ്മൾ കണക്ട് ചെയ്യും ഇൻഷാല്ല. നമ്മൾ സെഷൻസ് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. നമ്മൾ പാരന്റിങ് വെബിനാർസ് ആയിട്ട് സ്റ്റുഡൻസിന്റെ നമ്മൾ ഓരോന്ന് പ്ലാനിങ്ങിലാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ആദ്യം പാരന്റിങ് വെബിനാർ ആയിരുന്നു വേണ്ടിയിരുന്നത്. എന്തായാലും നമ്മൾ പാരന്റ്സിനെ കണക്ട് ചെയ്യും. ആ സമയം അവർക്ക് അത്രയും മസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാമിന്റെ പെർമിഷനോട് കൂടെ നമുക്ക് അവർക്ക് നമ്പർ കൊടുക്കാം. മാമിനെ എന്തായാലും വിളിച്ച് മാമിനെ കണക്ട് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. കുറച്ച് ലോങ് ആയി പോയല്ലേ? ഒരു 2 ആൾക്കാർ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം മാം. മാം ക്ലാസ് ഭയങ്കര എന്താ പറയാ, സമയം പോയതേ അറിഞ്ഞില്ല. ഒരുപാട് ഇഷ്ടായി. ഇതിപ്പോ നിർത്താൻ പോണല്ലോ എന്ന് ഓർത്തരം. ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലാസ്. നമ്മള് അടുത്തറിയുന്ന ഒരാളെ പോലെ സംസാരിച്ചു. വളരെ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് സംശയങ്ങളും എല്ലാം വേറെ പേരൻസിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാന് ഭയങ്കരമായിട്ട് ഇതേപോലത്തെ സിറ്റുവേഷൻസ് വരുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് ഇങ്ങനെ നിന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഇതുവരെ മനസ്സിൽ വിട്ട് നടന്ന് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്ത് കിട്ടിയ ആൻസർ കിട്ടിയപ്പോൾ സമാധാനമായി. മോന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാവരും ഞങ്ങളെ എന്നെയായിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ മറ്റുള്ള പാരന്റ്സിന്റെ കാര്യവും കേട്ടപ്പോ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ മോനും, കുഴപ്പമില്ലാന്ന് അറിയാൻ കഴിഞ്ഞു. താങ്ക് യു മാം. ഞാനും അതെ, വേറെ നമ്മൾ കാണുന്ന കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നപ്പോ ഇത് ഭയങ്കര പ്രശ്നമാണോ എന്ന് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ അത് അത്ര വലിയ കുഴപ്പമില്ലാത്ത, അത് മാറുന്ന ഒരു ടൈപ്പ് ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോ ഒരു സമാധാനം ഉണ്ട്. അത് ഇപ്പൊ സെഷൻ നിർത്തിയപ്പോ ഒരു എത്ര ടൈം പോയതൊന്നും. അപ്പൊ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആയപ്പോ കുട്ടീനെ കൊണ്ടൊക്കെ ഹസ്ബൻഡ് പോയി. നല്ലൊരു മൂപ്പരെന്നെ കേട്ടപ്പോ എഫക്റ്റീവ് ആയിക്കെന്ന് തോന്നിയിട്ട് കുട്ടീനെ എടുത്തിട്ട് ഇവിടുന്ന് പോയി എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓ താങ്ക് യു മാമിന്റെ നല്ല ക്ലാസ്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മള് സംശയം ചോദിച്ച് കഴിഞ്ഞിട്ടില്ല, അതാ പ്രശ്നം. സംശയം കഴിഞ്ഞില്ല. നമുക്ക് ഒരിക്കൽ കൂടി ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? സെക്ഷൻ ഒരു 40 മിനിറ്റ്സ് ഒക്കെ നീണ്ടുപോയി. മിസ്സൊക്കെ ചിലപ്പോ 8 മണിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും. ഇതെപ്പാ തീരെ. പക്ഷെ ഇവര് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ എനിക്കിത് അതായത് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യണല്ലോ. അപ്പൊ എനിക്കിത് നോ പറയാനും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് രോഗമായി പോയി. നമുക്ക് ആക്ച്വലി ഞാനൊരു മോഡറേറ്റർ ആയിട്ട് നിന്നതായിരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് കേൾക്കണം, ദെൻ അവസാനത്തെ 8 മണിയാണല്ലോ, അവസാനത്തെ ഒരു 5 to 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഒന്ന് റീജോയിൻ ചെയ്തിട്ട് കഴിയുമ്പോൾ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയണം. ഇതായിരുന്നു എന്റെ ഒരു ഇത്. പക്ഷെ തുടങ്ങിയ സമയത്ത് ഞാൻ ചെറിയൊരു വർക്കായപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് ഞാൻ മാമിന്റെ കോള് കട്ട് ചെയ്യുക അതിന്റെ ഒരു ചെറിയൊരു വർക്ക് തീർക്കാൻ വേണ്ടി പോയി. പക്ഷെ ആ വർക്ക് ഞാൻ നിർത്തി. ഞാൻ ഈ ക്ലാസ് മുഴുവൻ ഒരു സെക്കൻഡ് പോലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഇരുന്ന് കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ മാരീഡ് അല്ല, മീൻസ് എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ കുട്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഈ കാര്യങ്ങൾ ഞാനപ്പോൾ ആലോചിച്ചത്, ഞാനൊരു പാരന്റ് അല്ല, പക്ഷെ ഞാനൊരു ടീച്ചറാണ്. പക്ഷെ ഞാൻ ഇത്രത്തോളം കേട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ പാരന്റ്സും അവർ ഇത്ര നേരം കേട്ടിരിക്കുന്നതിൽ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്കും സങ്കടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് നിർത്തണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പക്ഷെ ഏകദേശം 1 hour 40 minutes നമ്മൾ സെഷൻ നീണ്ടു പോയിട്ടുണ്ട്. മാമിനും കുറെ വർക്ക്സ് ഉണ്ട്, നമുക്കും തന്നെ പറഞ്ഞൊരു സമയത്ത് നിർത്തണമല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നിർത്താന്ന് വിചാരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ
വീണ്ടും ഏകദേശം ക്ലാസ്സിൽ 1 hour. പ്രതീക്ഷിച്ചിരിക്കുന്നു. ഓ ഇൻഷാ അല്ലാ നമുക്ക് സെറ്റ് ചെയ്യാം. ഏകദേശം ഒരു 1 hour and 40 minutes 40 minutes എന്ന് ഞാൻ ചുരുക്കി പറയല്ല, ഏകദേശം അതിലേറെ സമയം എടുത്ത് ഓരോ പാരന്റ്സിന്റെയും ഡൗട്ട് സ്വന്തം ഒരു വീട്ടിലെ എന്നുള്ളത് പോലെ, ഒരു പാരന്റ് പറഞ്ഞ പോലെ വീട്ടിലെ എന്നുള്ളത് പോലെ ക്ലിയർ ചെയ്ത് തന്ന് ആ ഒരു ഡൗട്ട് എത്രത്തോളം നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ എത്രത്തോളം ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, ഇപ്പൊ ഒരുപാട് പേരിൽ ജോയിന്റ് ഫാമിലീസ് ഉണ്ട്, ചിലപ്പോ ഈ പറഞ്ഞ പോലെ യൂണിറ്റ് ഫാമിലീസ് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഫീൽ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ മാം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പേഴ്സണലി ആൻഡ് ഒഫീഷ്യലി എല്ലാ തരത്തിലും ഞാൻ മാമിനോട് ഒരു ബിഗ് താങ്ക്സ് പറയാണ്. അതുപോലെ ഈ ഒരു ക്ലാസ് ഇത്രയും, അതായത് നമ്മളൊരു 1 hour നിൽക്കേണ്ട ഒരു സെഷൻ ഒരു 40 minutes എക്സ്ട്രാ വരാനുള്ള റീസൺ നമ്മളുടെ പാരന്റ്സ് ആണ്. കാരണം അവരുടെ ഡൗട്ട്സ് ആണ്, അവരുടെ നീഡാണ്. അപ്പൊ അത്രയും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നമ്മളെ, അതായത് മാമിന്റെ ആ ക്ലാസ് ഒരു സെക്കൻഡ് പോലും ഇവരാരും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു റിസൾട്ട് ആണ് അത്. കാരണം അവരെ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഡൗട്ട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഡൗട്ട് വേറൊരു പാരന്റ് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന് മാം അത് ക്ലിയർ ചെയ്യും. അപ്പൊ ഓരോരുത്തരും ഈ മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആൽബിഡോയുടെ പേരിലും എന്റെ പേഴ്സണൽ പേരിലും ഞാൻ താങ്ക്സ് പറയാണ്. ഇപ്പൊ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട പോലെ ഇൻഷാ അല്ലാ ഇനിയും വീണ്ടും നമ്മൾ കുറെ സെഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പിലാണ് വരിക. നമ്മൾ നിങ്ങളെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും മാമിന്റെ നമ്പർ വേണം അല്ലെങ്കിൽ മാമിനെ കോൺടാക്ട് ചെയ്യണം എന്നാണെങ്കിൽ മാമിന്റെ പെർമിഷനോട് കൂടെ മാമിനെ നമ്മൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. കണ്ണൂർ ജില്ലയിലാ മാം? മാം കണ്ണൂർ ജില്ലയിലാണോ ചോദിക്കുന്നത്? അല്ല, കാലിക്കറ്റ്, നാദാപുരം. സ്ലാങ് വരുന്നുണ്ടാവും അല്ലേ? ഓക്കെ, എനിവേ ഏകദേശം ഇത്രയും ടൈം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ് പറയാണ്. സോ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ക്ലാസ് കേൾക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, നമുക്ക് റെഡിയാക്കാം, നമുക്ക് പരിഗണിക്കാം, നമുക്ക് നമ്മളുടെ അതോറിറ്റി ആയിട്ട് സംസാരിക്കാം. ഇത്തരത്തിൽ ഒരുപാട് എഫക്റ്റീവ് ആണ്. ഇപ്പൊ ടീച്ചേഴ്സിന് പാരന്റ്സിന് മാത്രമല്ല കേട്ടോ, സ്റ്റുഡൻസിനുള്ള സെഷൻസ് ആണെന്നുണ്ടെങ്കിലും ഫ്രീ സെഷൻസ് ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരുപാട് സെഷൻസ് നമ്മൾ ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുത്ത് വായന കുറെ പ്രശ്നങ്ങൾ. ഇപ്പോ ലാസ്റ്റ് പറഞ്ഞ ഒരാള് ടീച്ചറുടെ ഒരു ഇഷ്യൂ, അത് നമുക്ക് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെല്ലാവരും നിങ്ങളെ കണക്ട് ചെയ്യും. നമ്മളുടെ ഒരു അതോറിറ്റി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്തായാലും ടിൽ ദാറ്റ് ഐ തിങ്ക് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.